नित्यानंद श्रीवासादि गौरवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरवृंद। उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युं नमाम्यहम्। जय नरसिंह श्री नरसिंह जय जय नरसिंह। जय प्रह्लादेश जय पद्ममुख मुख पद्मभृंग। भक्ति विनाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिल प्रभुपाद की जय। गौरव പ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ നാമജപം നമ്മുടെ കൂടെ ഉള്ള ഒരു മാതാജി, ഞാൻ പേര് പറയുന്നില്ല, മാതാജി തൻ്റെതല്ലാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പത്രത്തിലൊക്കെ പരസ്യം കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മാതാജി അറിയാതെ പോലും മാതാജിക്ക് ഒരു കേസ് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വ്യവഹാരത്തിൽപ്പെട്ട ആകെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരും ആ മാതാജിയുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ നിങ്ങളുടെ എല്ലാവരുടെയും നാമജപവും എന്റെ അടക്കമുള്ള നാമജപം ഞാൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ അർപ്പിക്കുകയാണ്. മാതാജിക്ക് എത്രയും പെട്ടെന്ന് ആ കേസിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ മനസ്സാവാച കർമ്മണ അറിയാതെ തന്നെ ഓരോ നമ്മളുടെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ ഓരോ ഇതും വന്നു ചേരുന്നത്. പക്ഷെ നമുക്കത്, നമ്മൾ കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, നമുക്കതൊന്നും സഹിക്കാനുള്ള, നമ്മൾ ഈശ്വരന്മാരൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് അതൊക്കെ സഹിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് ഭഗവാൻ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്, എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ആ ഒരു പ്രാർത്ഥന അർപ്പിക്കുകയാണ്. അപ്പം ഹരേ കൃഷ്ണ. അപ്പം ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ മാധവി രാധാ മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ സൗദ മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ വിലാസിനി മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. അപ്പൊ അതുപോലെ നമുക്ക് ഇന്ന് നമ്മൾ പ്രശ്നോത്തരിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്നോട് നമ്മളുടെ ഒരു സാവിത്രി കേശവി മാതാജി എന്ന് പറഞ്ഞ നമ്മുടെ ഖത്തറിലുള്ള മാതാജി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഖത്തറിൽ നമുക്കൊരു ഇവിടെ ഒരു വിസിറ്റിംഗ് വൈഷ്ണവൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും, അമരേന്ദ്രദാസ് പ്രഭു എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇന്ന് ഈ മാതാജിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് ഇന്ന് മാതാജിക്ക് അസൗകര്യമാണ് ക്ലാസ് എടുക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, നമുക്കിന്ന് നമ്മുടെ മധു പ്രഭു ഇന്ന് ഏറ്റുമാനൂർ അടുത്തുള്ള കുറുമള്ളൂർ മൂഴിക്കുളങ്ങര ആ ഭാഗത്തുള്ള മധുപ്രഭു നമുക്കിന്ന് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മധുപ്രഭുവിന്റെ ടോപ്പിക്കും നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ മധുപ്രഭുവിനെ പറ്റി ഞാനൊന്ന് ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ തരാം. മധുപ്രഭു കൃഷ്ണാവബോധത്തിലേക്ക് വന്നത് ഏകദേശം 2013 അദ്ദേഹം വിദേശത്തൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വിദേശത്തെ ആ ഒരു ഇതൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ടിരിക്കുകയാണ്. നാട്ടിലെ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് തുടരുകയാണ്. അദ്ദേഹത്തിന് മാതാജിയും 2 പെൺകുട്ടികളും കൃഷ്ണാവബോധത്തിൽ അദ്ദേഹത്തെ വെല്ലുന്ന രീതിയിൽ ഒപ്പം നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന ചെറിയ ബിസിനസ്സുകൾക്കൊപ്പം തന്നെ അദ്ദേഹം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ട്, ശ്രീല പ്രഭുപാദരുടെ മിഷൻ പ്രചരിപ്പിക്കാനായിട്ട് വളരെയധികം കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളരെയധികം കാര്യങ്ങൾ നമ്മളെ പോലെ ഒരു സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം പോകുന്ന ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയില് ഭഗവത്ഗീത സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ ഭഗവത്ഗീത കൊടുക്കുകയാണ്, പ്രഭുപാദരുടെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കടിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ആരോടും ഭഗവാന്റെ കാര്യങ്ങൾ പറയും, അവരെ ഭക്തരാക്കും. ഇതാണ് പ്രഭുവിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. 2013 കൃഷ്ണാവബോധത്തിലേക്ക് വന്നിട്ട് ഇപ്പോഴും ആ ഒരു ഭഗവാന്റെ സേവ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഭക്തി ശാസ്ത്രി കോഴ്സ് എന്ന് പറഞ്ഞ ആ കോഴ്സ്, ഞാനത് ഇപ്പോഴും അത്ര ടഫ് ആയതുകൊണ്ട് ഞാൻ ഇതുവരെ അതിലേക്കൊന്നും പോയിട്ടില്ല. ഭക്തിശാസ്ത്രി കോഴ്സ് അദ്ദേഹം വളരെ എളുപ്പം പാസ്സായിട്ടുണ്ട്. ഇപ്പം ഭക്തി വൈഭവ കോഴ്സ് അദ്ദേഹം അതിലും വലുതാണ്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെ തന്നെ അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭക്തി വൈഭവ കോഴ്സ്. പിന്നെ എന്താണ്, അദ്ദേഹം കൃഷ്ണാവബോധത്തിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു രണ്ടാമത്തെ മോളുടെ ആ ഒരു പ്രസവമായിട്ട് സംബന്ധിച്ച് വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് മാല ജപിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം കേട്ട് അങ്ങനെ ഹരിനാമം ജപിച്ചിട്ട് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു
രണ്ടാമത്തെ മോളുടെ പ്രസവ സംബന്ധമായിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഭഗവാൻ വളരെ ഈസിലി തരണം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം കൃഷ്ണാവബോധത്തിലേക്ക് വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ആ മോളുടെ പേരാണ് ഭഗവാൻ രക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ആ മോളുടെ പേരാണ് ഗൗരി. ഗൗരിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്നതാണ്. അദ്ദേഹത്തെ മാതാജിയും കുട്ടികളെയും കാര്യം ആരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ പരിക്രമത്തിന് വന്നിട്ടുണ്ടോ, ഏറ്റുമാനൂരിൽ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടോ, അവരൊക്കെ പ്രഭുവിനെ കണ്ടു കാണും. രഥയാത്രയുടെ അന്ന് പ്രഭുവും മാതാജിയും മോളും ഒക്കെ വന്ന് ബുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു കൗണ്ടറിൽ അവിടെ അവരൊക്കെ നിന്നിരുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരെയൊക്കെ. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രഭുവിനെ ഇപ്പോഴും ഭഗവാന്റെ, അതുപോലെ ഭഗവത്ഗീതയുടെ ഒരു ക്ലാസ് പ്രഭു നടത്തുന്നുണ്ടായിരുന്നു. ഭഗവത്ഗീത 700 ശ്ലോകങ്ങളും പ്രഭു എടുത്തു തീർത്തു. അപ്പൊ അങ്ങനെ പ്രഭുവിന്റെ ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രഭുവിനെ ഞാൻ ഈ സത്സംഗത്തിലേക്ക് ഇന്നത്തെ ആ ഒരു ഹരികഥ പറയാനായിട്ട് പ്രഭുവിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഹരേ കൃഷ്ണ മധുപ്രഭു, സുസ്വാഗതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതുപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. പ്രഭു ഇപ്പം തുടർച്ചയായിട്ട് എവറി 3 months പ്രഭു ദ്വാരക യാത്ര നടത്തുന്നുണ്ട്. നമ്മളുടെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ പ്രഭുവിന്റെ കൂടെ ദ്വാരകയിൽ പോയി, ഇപ്പൊ ദ്വാരകയിലൊക്കെ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് പ്രഭു ഉടനെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് പ്രഭു തീരുന്നതിന് മുന്നേ തന്നെ പ്രഭു അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയും. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി പ്രഭു. ഹരേ കൃഷ്ണ, തുടർന്നോളൂ പ്രഭു. സ്വാഗതം പ്രഭു. ഹരേ കൃഷ്ണ. ആദ്യമായി പ്രേമവൃന്ദാവൻ അല്ലേ പ്രഭു? പ്രേമവൃന്ദാവൻ അല്ലേ? ഓക്കെ. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ അവസരം തന്ന ശ്രീ ജയേഷ് പ്രഭുവിനും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഒരു കീർത്തനത്തോടു കൂടി തുടങ്ങാം അല്ലേ? അതോ മംഗളാചരണോ കീർത്തനോ ആകാം, എന്തായാലും കുഴപ്പമില്ല. കേൾക്കാവോ പ്രഭു ക്ലിയർ ആയിട്ട്? ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപി ജനവല്ലഭ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോധനന്ദന വ്രജ ജനരഞ്ജന യശോധനന്ദന വ്രജ ജനരഞ്ജന യശോധനന്ദന വ്രജ ജനരഞ്ജന യശോധനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാ വനചാരി യമുന തീരാ വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ നിത്തായ് ഗൗരംഗ നിത്തായ് ഗൗരംഗ നിത്തായ് ഗൗരംഗ ഗൗര ഹരേ നിത്തായ് 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 ഗൗരംഗ നിത്തായ് ഗൗരംഗ ഗൗര ഹരേ ശ്രീ ശചിനന്ദന ഗൗര ഹരേ പതീത പാവന ഗൗര ഹരേ ജയ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ജയ ജയ പ്രഭുപാ 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 ജയ ജയ ഗുരുദേവ് 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 നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയ ഉദിരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ മൂകം കരോതി വാചാലം പങ്കും ഉലംഘയാതെ ഗിരി യത്കൃപാതമഹം വന്ദേ ശ്രീഗുരോ ദീനതാരിണം ശ്രീ ചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദ മാധവം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ ശ്രീ ചൈതന്യമനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മുഖ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയൂതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശം ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാനിതം തം സജീവം സാദൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാനിതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭൃച്ഛ കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ
വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാരെയും ഭഗവത് പ്രേമ വൃന്ദാവനം ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ദയവ് ചെയ്ത് വീഡിയോ ഓൺ ചെയ്യണം. കാരണം നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ ഇല്ല എങ്കിൽ അതിന്റെ പകുതിയേ വരുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ റേഡിയോ നിലയത്തിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ എല്ലാവരും ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ സൗണ്ട് ഓഫ് ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഗീത, അതായത് ഭഗവാന്റെ അധരങ്ങളിൽ നിന്നും വന്ന അമൃത്. ഇതിനെ ഗീതോപനിഷത്ത് എന്നും പറയും. അപ്പോൾ നമ്മള് ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇതിനെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണ്. എല്ലാവരും സീനിയർ ഡിവോട്ടീസും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ആരാണ് ഭഗവത്ഗീത എഴുതിയത്? എല്ലാവർക്കും അറിയാം, വേദവ്യാസൻ. ഇനി ഭഗവത്ഗീത ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. അത് ഉപദേശിച്ച സ്ഥലം എവിടെയാണ്? കുരുക്ഷേത്ര എന്ന് പറയുന്നത് നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നും 155 കിലോമീറ്റർ അകലെ ഹരിയാനയിലാണ് കുരുക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ വെച്ച് അർജുനന് ഭഗവാൻ ഇത് ഉപദേശിക്കാൻ കാരണം? എന്താണ് ഇതിന്റെ കാരണം? എല്ലാവരും അറിയാവുന്നവര് പറയാം. എന്താണ് അർജുനന് എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കാനുള്ള കാരണം? ആർക്കേലും പറയാം. അർജുനൻ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി യുദ്ധം ചെയ്യാനാണ് കുരുക്ഷേത്രത്തിൽ പോയത്. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്യാതെ മൗനിയായിട്ട് അദ്ദേഹം യുദ്ധമേ ചെയ്യില്ല എന്ന് പറഞ്ഞ് അലസമായിട്ട് ഇരുന്നു, വിഷാദമായിട്ട് ഇരുന്നു. ഞാൻ യുദ്ധം ചെയ്യും. ഓക്കെ, മാതാജി പറഞ്ഞു വളരെ കറക്റ്റ് ആണ്. അതായത് അർജുനൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരും ഭീഷ്മാചാര്യര് അതുപോലെ എല്ലാ ബന്ധുജനങ്ങളും എല്ലാവരും ഉണ്ട്. അവർക്കെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് അർജുനന്റെ കൈകാലുകൾ വിറയ്ക്കുകയും ശരീരം തളരുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും അർജുനന് ഉണ്ടായ 4 കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, 1 ആസ്വാദനം, 2 കുലനാശം, 3 ദയ, 4 പാപം. ഈ 4 കാരണങ്ങളാണ് യഥാർത്ഥത്തില് നമ്മുടെ 1-ാം അധ്യായത്തില് കുരുക്ഷേത്ര കളത്തിലെ സൈന്യ അല്ലെങ്കിൽ അർജുന വിഷാദയോഗം എന്നും പറയും. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറയാം. 1
ആസ്വാദനം. 2 കുലനാശം. 3 ദയ. 4 പാപം. ക്ലിയർ ആയോ? ക്ലിയറായി. ഓക്കെ. ഇനി 1-ാം അധ്യായത്തില് പ്രധാനമായിട്ടും 3 പെയറാണ്. അതായത് 3 പെയറും 4 കാരണങ്ങളുമാണ്. അപ്പൊ 4 കാരണങ്ങൾ പറഞ്ഞു. 3 പെയർ എന്ന് പറയുന്നത് 1 ധൃതരാഷ്ട്രം സഞ്ജയനും, 2 ദ്രോണരും ദുര്യോധനനും, 3 ഭഗവാനും അർജുനനും. അപ്പൊ 3 പെയറും 3 ജോഡികളും 4 കാരണങ്ങളുമാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമ്മള് ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഭഗവത്ഗീത ആര് രചിച്ചു? വേദവ്യാസൻ. എല്ലാവർക്കും അറിയാം. വേദവ്യാസന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ബ്രീഫായിട്ട് പറയാൻ, ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ ജയേഷ് പ്രഭു ഒക്കെ പറഞ്ഞു തരും. വേദവ്യാസന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് പരാശര മുനിയും സത്യവതി. ഓക്കെ. സത്യവതിയുടെ മാതാപിതാക്കൾ ആരാന്ന് പറഞ്ഞാല്, 1 അച്ഛൻ കുഹൻ അല്ലെങ്കിൽ ദശരാജ. കുഹൻ എന്നും പറയും, ദശരാജ എന്നും പറയും. അമ്മ അദ്രിക. അപ്പൊ അച്ഛൻ കുഹൻ അല്ലെങ്കിൽ ദശരാജ, അമ്മ അദ്രിക. ക്ലിയർ ആയോ? ഇനി പരാശര മുനിക്ക് മത്സ്യഗന്ധി, അതായത് സത്യവതിയുടെ പേരായിരുന്നു ശരിക്കും മത്സ്യഗന്ധി. ഇവരുടെ ജോലി എന്തായിരുന്നു വെച്ചാല് ഗംഗാനദിയില് കടത്തുവള്ളം കടത്ത് ആ ഒരു ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെയായിരുന്നു ഒരു ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ മത്സ്യഗന്ധിയുടെ അടുത്ത് പരാശര മുനി എത്തുകയും അങ്ങനെ പരാശര മുനിക്ക് മത്സ്യഗന്ധിയോട് ആകർഷണം തോന്നി. അങ്ങനെയാണ് നമ്മള് വേദവ്യാസൻ ഉണ്ടാകുന്നത്. അപ്പൊ ആ പരാശര മുനിയുടെ കാരുണ്യം കൊണ്ട് മത്സ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നുകൊണ്ടാണ് മത്സ്യഗന്ധി എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ആ പരാശര മുനിയുടെ കാരുണ്യം കൊണ്ടാണ് ആ മത്സ്യത്തിന്റെ ഗന്ധം മാറി നല്ല സുഗന്ധം ഉള്ള ഒരു ഗന്ധം വരികയും അങ്ങനെ സത്യവതി എന്ന പേര് വരികയും ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം. ഇനി ഹസ്തിനപുരി. ഹസ്തിനപുരി എന്ന് പറഞ്ഞാല് എന്താണ് ആ പേരിന് കാരണം? ഹസ്തി എന്ന രാജാവ് ഭരിച്ചിരുന്നുകൊണ്ടാണ് ഹസ്തിനപുരി എന്ന് പേര് വരുന്നത്. ഹസ്തി എന്ന രാജാവ് ഭരിച്ചിരുന്നതുകൊണ്ടാണ് ഹസ്തിനപുരി എന്ന് പേര് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ധൃതരാഷ്ട്ര അങ്ങനെ പോയി കൗരവര്, കുരുവംശം ഇങ്ങനെ ഒത്തിരി പോകുന്നുണ്ട്. അത് മഹാഭാരതത്തിലോട്ട് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് ശന്തനു മഹാരാജാവിന്റെ അതുകൊട്ടയിലും തുടങ്ങാം. അപ്പോ ആരായിരുന്നു ശന്തനു മഹാരാജാവ്? ഒരിക്കലേ ഒരു ഹസ്തിനപുരിയിലെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഗംഗാദേവിയിലുണ്ടായ പുത്രനാണ് ദേവവ്രതൻ. ക്ലിയർ ആണ്? ദേവവ്രതന്റെ കാലക്രമേണ ഭീഷ്മർ എന്ന പേര് വന്നു. അപ്പോൾ ഈ ദേവവ്രതൻ അല്ലെങ്കിൽ ശന്തനു മഹാരാജാവ് ഒരിക്കൽ സത്യവതിയെ കാണുകയും സത്യവതിയുടെ ആ അപാരമായ ആ സൗന്ദര്യത്തിൽ ആകർഷണനായി വിവാഹാലോചന നടത്തുകയും ചെയ്തു. അവരുടെ മൈക്ക് ഓണാണ്ട് ഓഫ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ശന്തനു മഹാരാജാവ് സത്യവതിയോട് വിവാഹ വിവർത്തനം നടത്തുകയും സത്യവതി ആദ്യം നിഷേധിക്കുകയും രണ്ടാമത് ഒരു വ്യവസ്ഥയുടെ പുറമെ വ്യവസ്ഥ വെച്ചു നമുക്കുണ്ടാവുന്ന പുത്രൻ രാജാവാകണം എന്ന ഒരു വ്യവസ്ഥ വെച്ചു. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നേരം ചോദിക്കണേ. ഓക്കെ. അപ്പോൾ സത്യവതി ആക്ച്വലി ഈ വ്യവസ്ഥ വെച്ചപ്പോൾ
ശന്തനു മഹാരാജാവ് ദുഃഖിതനായി. കാരണം എന്താ? അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ദേവവ്രതനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാജഭരണം ദേവവ്രതനല്ലേ കൊടുക്കണ്ടേ. പക്ഷെ സത്യവതി വിട്ട് മറക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഈ ശന്തനു മഹാരാജാവ് ആ ദുഃഖം കണ്ട് ദേവവ്രതൻ ഇടപെടുകയും കാര്യം അന്വേഷിച്ചു. അങ്ങനെ ദേവവ്രതൻ സത്യവതിയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ദേവവ്രതൻ അവിടെ വെച്ച് ശപഥം ചെയ്യുകയാണ്. ഓക്കെ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ജീവിതം വല്ല അവസാനിക്കും എന്ന ഒരു ശപഥം. അതിനാണ് ഭീഷ്മ ശപഥം. അങ്ങനെയാണ് ഭീഷ്മർ എന്ന പേര് ലഭിക്കുന്നത്. ഓക്കെ, കാലക്രമേണ സത്യവതിക്കും ശന്തനു മഹാരാജാവിനും 2 പുത്രന്മാരുണ്ടാവുകയും അതിലൊന്ന് ചിത്രാംഗതനും 2 വിചിത്രവീരനും. ഓക്കെ, ചിത്രാംഗതന്റെയും വിചിത്രവീരന്റെയും കല്യാണപ്രായമായപ്പോൾ ഭീഷ്മർ ഇടപെട്ട് 2 പേരെയും അംബ, അംബിക, അംബാലിക എന്ന 3 ആൾക്കാർ കൊണ്ടുവരികയും ചെയ്ത. ആക്ച്വലി രഥത്തിൽ കൊണ്ടുപോയി ഒരു കിഡ്നാപ്പ് പോലെയാണ് ഭീഷ്മർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഭീഷ്മർ അറിയുന്നത് അംബയ്ക്ക് വേറൊരു രാജാവുമായിട്ട് പ്രണയമുണ്ടെന്നും. അങ്ങനെ ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഭീഷ്മർ അംബയെ വഴക്കു പറയുകയും തിരിച്ചുകൊണ്ട് ആ യുവാവിന്റെ അടുത്താക്കുകയും ചെയ്തു. പക്ഷേ മറ്റൊരു പുരുഷന്റെ കൂട്ടത്തിൽ പോയ നിന്നെ ഇനി ഞാൻ സ്വീകരിക്കത്തില്ല എന്ന് ആ രാജാവ് പറഞ്ഞതിന് ശേഷം അംബ ആ നിരാശയില് ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ ആ അംബയുടെ അടുത്ത ജന്മമാണ് ശിഖണ്ഡി. കുരുക്ഷേത്ര യുദ്ധത്തില് അംബ അടുത്ത ജന്മമായിട്ട് വരുന്നതാണ് ശിഖണ്ഡി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി ബാക്കിയുള്ള അംബിക, അംബാലിക ഈ 2 കുമാരിമാരെ യഥാക്രമം ചിത്രാംഗതനും വിചിത്രവീരനും വിവാഹം കഴിച്ചു. പക്ഷേ യാദൃശ്യമെന്ന് പറയട്ടെ, ചിത്രാംഗതൻ ക്ഷയരോഗം ബാധിച്ചു മരണപ്പെട്ടു. വിചിത്രവീരനാണെങ്കിൽ ഒരു അപകടത്തിൽ മരിച്ചു. ചിത്രാംഗതന് അസുഖം വന്ന് മരിച്ചു ക്ഷയരോഗം മൂലം. അതുപോലെ തന്നെ വിചിത്രവീരൻ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. തീർച്ചയായിട്ടും രാജകുടുംബവും എല്ലാവരും സങ്കടത്തിലായി. കാരണം എന്താ? രാജ്യത്തിന്റെ തലമുറ പാരമ്പര്യം നിലനിർത്തൽ പുത്രന്മാര് വേണം, ഇല്ലേ? അപ്പോൾ ഉടനെ ഇവരുടെ ശരിക്കും പറഞ്ഞാല് വേദവ്യാസൻ, ഭീഷ്മര്, ചിത്രാംഗതൻ, വിചിത്രവീരൻ 4 പേരും സഹോദരന്മാരാണ്, അല്ലെ? ഇതിനകത്ത് 2 അച്ഛനും 2 അമ്മയാന്നുള്ളൂ, എങ്കിലും അർത്ഥ സഹോദരന്മാരാണ്, അല്ലെ? വേദവ്യാസനും ഭീഷ്മരും ചിത്രാംഗതനും വിചിത്രവീരനും 4 പേരും 4 ആൺപിള്ളേരും സഹോദരന്മാരാണ്. ഇത് കൺഫ്യൂസ് ആകരുത്. അപ്പോൾ ഭീഷ്മരും എല്ലാവരും തീരുമാനിച്ചു വേദവ്യാസനെ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. വേദവ്യാസൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സത്യവതിയെ വിട്ടുപോയിരുന്നു. അപ്പോൾ ഒരു വരം കൊടുത്തിരുന്നു, അമ്മയ്ക്ക് എപ്പോ വേണേലും എന്നെ ഏത് ആവശ്യത്തിന് അമ്മ മനസ്സിൽ ഓർക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് സത്യവതി വേദവ്യാസനെ സ്മരിക്കുകയും അമ്മയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അമ്മ മകനോട് ആവശ്യപ്പെട്ടു. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു, ഇന്നത്തെ രീതിയല്ല. അന്ന് പുത്രന്മാരില്ല അല്ലെ പുത്രിമാരില്ലെങ്കിൽ നല്ല സന്താനങ്ങൾക്ക് വേണ്ടി അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭീഷ്മരുടെയും സത്യവതിയുടെയൊക്കെ നിർബന്ധം മൂലം സന്താന ഉത്പാദനത്തിന് വേദവ്യാസൻ സമ്മതിക്കുകയും ആദ്യം അംബികയുടെ അടുത്ത് ചെല്ലുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാല് വളരെ വിരൂപനാണ്. അത് കാണാൻ ഭംഗിയൊന്നുമില്ല, താടി മുടിയൊക്കെ നീട്ടി അങ്ങനെ ഒരാളാണ് വേദവ്യാസൻ. അപ്പോൾ ഈ വേദവ്യാസനെ കണ്ടു കഴിഞ്ഞപ്പോൾ അംബ കണ്ണുപൊത്തി. ഇതിനുശേഷം സത്യവതി വേദവ്യാസന്റെ അടുത്ത് വിവരങ്ങൾ തിരക്കുകയും വേദവ്യാസൻ പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ അംബ കണ്ണുപൊത്തി, അതുകൊണ്ടുണ്ടാകുന്ന പുത്രൻ അന്ധനായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് സത്യവതി ചെയ്തത്? സത്യവതി ഉടനെ അംബാലികയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ വേദവ്യാസൻ അംബാലികയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അംബാലിക വേദവ്യാസനെ കണ്ടപ്പോൾ വിളറി വെളുത്തു. അങ്ങനെ അതിലുണ്ടായ പുത്രനാണ് പാണ്ഡു. അപ്പോൾ അംബികയ്ക്കുണ്ടായ പുത്രനാണ് ധൃതരാഷ്ട്രവും അംബാലികയ്ക്കുണ്ടായ പുത്രനാണ് പാണ്ഡുവും. ഇതും യഥാക്രമം സത്യവതിയുടെ അടുത്ത് വേദവ്യാസൻ പറയുകയും അപ്പോൾ പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ വിളറി വെളുത്തു, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അവർ നിരാശരായി.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അംബികയുടെയും അംബാലികയുടെയും പരിചാരിക അല്ലെങ്കിൽ ദാസിയായിരുന്ന പരിശ്രമി അവരുടെ ദാസിയായിരുന്നു പരിശ്രമി. ആ ദാസി സർവ സമ്മതമാവുകയും അങ്ങനെ ആ ദാസിയിൽ ഉണ്ടാകുന്ന വേദവ്യാസന് ദാസിയിൽ ഉണ്ടാകുന്ന പുത്രനാണ് വിദുരര്. അപ്പോൾ അംബികയിൽ ഉണ്ടായത് ധൃതരാഷ്ട്രവും അംബാലികയിൽ ഉണ്ടായത് പാണ്ഡവും, വിദുരര് പരിശ്രമി എന്ന ദാസിയിൽ ഉണ്ടായത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് ശേഷം ധൃതരാഷ്ട്രക അന്ധനായതുകൊണ്ട് ധൃതരാഷ്ട്രക്ക് രാജഭരണം കൊടുക്കാതെ രാജഭരണം പാണ്ഡുവിനെ ഏൽപ്പിച്ചു. ഓക്കെ, അപ്പൊ അന്ന് തൊട്ട് ഈ പാണ്ഡുവിനോട് ധൃതരാഷ്ട്രക്ക് ചെറിയ ഒരു എന്നാ പറയുന്നത്, അസൂയ ഉള്ളിൽ വന്നു. പക്ഷെ ബാക്കി കുറച്ചു നാൾക്ക് ശേഷം പാണ്ഡുവിന് കിട്ടിയ ശാപവും അതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പാണ്ഡു കൊല്ലപ്പെട്ടു. വീണ്ടും രാജഭരണം ധൃതരാഷ്ട്ര തന്നെയായി. വേറെ മക്കളും ആരും ഇല്ലല്ലോ. വിതുരർക്കാണെ കൊടുക്കാനും പറ്റത്തില്ല. വിതുരര് ദാസീപുത്രിയിൽ ഉണ്ടായതല്ലേ, അപ്പൊ രാജഭരണം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഈ പാണ്ഡവരും, അതായത് ബാക്കി കാലക്രമേണ ധൃതരാഷ്ട്ര ഗാന്ധാരിയെ കല്യാണം കഴിക്കുകയും അതിൽ പുത്രന്മാർ, ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാതിനെ അറിയാവുന്നതാണ്. പിന്നെ ബാക്കി പാണ്ഡു, കുന്തി അല്ലെങ്കിൽ മാദ്രി ഇവരെ കല്യാണം കഴിച്ചു. ഇങ്ങനെ അതിലുണ്ടായി, അതൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇവരെ എല്ലാം വളർത്തിക്കൊണ്ട് വന്നത് ആരാണ്? ധൃതരാഷ്ട്രമാണ്. ഇനി നമുക്ക് പതുക്കെ ആ ശ്ലോകത്തിലോട്ടൊന്ന് പോകാം. ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഭഗവത്ഗീത എങ്ങനെ നമുക്ക് ഭഗവത്ഗീതയെ അപ്രോച്ച് ചെയ്യണം നമുക്ക് നോക്കാം. ഒന്ന്, ശ്രദ്ധിച്ചു വായിക്കണം. ഭഗവത്ഗീത ശ്രദ്ധിച്ചു വായിക്കണം. ഒരു ഭക്തന്റെ സഹായത്തോടെ പഠിക്കണം. 3, അവരവരുടെ ന്യായീകരണത്തിന് വേണ്ടി വളച്ചൊടിക്കാതെ മനസ്സിലാക്കണം. അതായത് മായാവാദികൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവത്ഗീതയെ മാറ്റിമറിച്ച് എഴുതും. 4, അർജുനൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനൻ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെയാണ് നമ്മളും ഭഗവത്ഗീത മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മള് മറ്റൊരു വേദശാസ്ത്രത്തിന്റെ പുറകെയും പോകേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഭഗവാൻ പറഞ്ഞു തന്നത് കൊണ്ട് ഭഗവത്ഗീതയ്ക്ക് യാതൊരു കുറവുമില്ല. കാരണം ഭഗവാൻ പൂർണ്ണനാണ്. ഇനി നമ്മള് ഭഗവത്ഗീത പഠിക്കേണ്ടത് എങ്ങനെയാണോ രത്നം കുഴിച്ചെടുക്കുന്നത്. മേൽമണ്ണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ രത്നം കിട്ടുമോ? ഇല്ല. വളരെ ആഴത്തിൽ ചെന്നാലല്ലേ രത്നം കിട്ടുകയുള്ളൂ. അതുപോലെ ആഴത്തിൽ നമ്മൾ പോയി ഭഗവത്ഗീതയെ അപ്രോച്ച് ചെയ്യണം. അതായത് വള്ളം അല്ലെങ്കിൽ തോണിയിൽ പോയി വെള്ളത്തിന്റെ മേളിൽ നിന്ന് രത്നം വാരിയെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മള് വളരെ ആഴത്തില് പോയി ഭഗവത്ഗീത പഠിക്കണം. ഇനി നമ്മളെല്ലാവരും ഈ ഭൗതിക ജീവിതത്തില് നമ്മളെല്ലാം ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും നമ്മൾ ഓരോരോ പ്രവൃത്തി ചെയ്യും, അല്ലെ? അപ്പൊ നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷം വേണമെന്ന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ എന്ന് പറയും, ഏതെങ്കിലും ആൾക്കാർ ഭഗവാനെ എനിക്ക് ദുഃഖം വേണമെന്ന് പ്രാർത്ഥിക്കോ? ഇല്ല. എല്ലാവരും അമ്പലത്തിൽ ചെന്നിട്ടാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് എന്താണ്? എനിക്ക് സന്തോഷം വേണം, എനിക്ക് അത് വേണം, എനിക്ക് ഒരു നീണ്ട ലിസ്റ്റ് കാണും നമ്മുടെ കയ്യിലൊക്കെ, അല്ലേ? ഓക്കെ, അപ്പോൾ എന്നാൽ ഭഗവാൻ നമുക്ക് എപ്പോഴും ദുഃഖം തന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഭഗവാൻ എപ്പോഴും നമുക്ക് ദുഃഖം തന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണോ അവർക്കെല്ലാം ഭഗവാൻ എപ്പോഴും ദുഃഖം കൊടുക്കും. കാരണം എന്താണ്? എങ്കിലേ നമ്മൾ ഭഗവാനെ വിളിക്കുള്ളൂ. പണ്ട് ആൾക്കാർ പറയല്ലേ, പാലം കടക്കുള്ളൂ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായൻ എന്ന് പറഞ്ഞ പോലെ നമുക്കെല്ലാം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും
ഇത് എന്റെ കഴിവുകൊണ്ട് നേടി, ഇത് എന്റെ വിജയമാണ്. ആ എന്റെ നമ്മളെ ഉള്ളിലുണ്ടാവും അല്ലേ? ഇനി എന്തേലും കുഴപ്പം പറ്റിയാലോ അന്നേരം പറയും അത് ഭഗവാന്റെ കുഴപ്പം അല്ലേ? അതായത് നമുക്ക് എന്തേലും നല്ലതുണ്ടാവുമ്പോൾ അത് നമ്മുടെ വിജയവും, ഇനി നമുക്ക് എന്തേലും മോശം ചിന്ത ചെയ്ത് വരുമ്പോൾ അത് ഭഗവാന്റെ കുഴപ്പമായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതായിരിക്കരുത്. ഇനി ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് ബുദ്ധിയുള്ളവരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ എനിക്ക് സംശയമുണ്ട്, അവർക്ക് എന്ത് വിചാരിക്കും, പ്രഭുവിന് എങ്ങനെ വിചാരിക്കരുത്. എന്തറിയാൻ മേലേലും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ ബുദ്ധിയുള്ളവര് ചോദ്യം ചോദിക്കും. ഇനി ഞാൻ ആരാണ്, എനിക്ക് എന്തുകൊണ്ട് ദുഃഖമുണ്ടാകുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, ഈ ജീവിതം കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിലായോ? ഞാൻ ആരാണ്, എനിക്ക് എന്തുകൊണ്ട് ഈ ദുഃഖമുണ്ടാവുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ഈ ജീവിതം കഴിഞ്ഞ് എങ്ങോട്ട് പോകും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലേ? ഇനി നമ്മളെല്ലാം ഞാൻ ആരാണ്, ഞാൻ തലയല്ല, ഞാൻ കാലല്ല, പിന്നെ എന്താണ് ഞാൻ എന്ന് ചോദിച്ചാൽ ഞാൻ തലയാണോ, ഞാൻ കാലാണോ, ഞാൻ കൈയാണോ, ഞാൻ ഈ ശരീരമാണോ, പിന്നെ എന്താണ്? ഞാൻ ആത്മാവാണ്. ഞാൻ ആത്മാവാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആത്മാ വിൽ ലീവ് അവർ ബോഡി. ഏത് സമയവും ആത്മാവ് നമ്മളിൽ നിന്നും വിട്ടുപോകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് പേടിക്കരുത്. നമ്മള് മരണത്തെ പറ്റി പേടിക്കുന്നതോറും നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരും. എന്നാൽ മരണത്തെ പറ്റി എപ്പോഴും ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ബിലീവ് മീ, പല്ലി വെച്ചു സത്യ പറഞ്ഞത്. മരണത്തെ പറ്റി നമുക്കെല്ലാവർക്കും പേടിയാ. എനിക്ക് അത് പറ്റും, എനിക്ക് ഇത് പറ്റും, പക്ഷെ അതേസമയം മരണത്തെ പറ്റി ചിന്തിച്ചു നോക്കി. എപ്പോഴും മരണത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. BP ഉറപ്പായിട്ടും BP 0 ലെവലിൽ വരും. അത് മരണത്തെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ടാ. നമുക്ക് പേടി എന്തുകൊണ്ടാ? എന്റെ കാറ്, എന്റെ വീട്, എന്റെ മക്കള്, എന്റെ ഭാര്യ, ഭർത്താവ് അല്ലേ? ഇനി ഏതേലും ഒരു വ്യക്തി ഇതേ വീട്ടില് ഈ മരുമോൾ, ഈ അമ്മായിയമ്മയുടെ മോളായിട്ട്, അല്ലെ ഈ ഭർത്താവിന്റെ ഭാര്യയായിട്ട്, അല്ലെ ഈ മക്കളുടെ അമ്മയായിട്ട്, അല്ലെ ഇങ്ങനെ ഏതേലും സാഹചര്യത്തിൽ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് വേണ്ടത്? അപ്പൊ ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലേ? അപ്പൊ സെയിം സ്ഥലത്ത് സെയിം ആളുടെ ഭാര്യയായിട്ട്, സെയിം അമ്മായിയമ്മയുടെ മരുമകളായിട്ട്, അല്ലെ സെയിം മരുമകളുടെ അമ്മായിയമ്മയായിട്ട് ഇങ്ങനെയൊന്നും ഇനി ഉണ്ടാകരുതെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മള് തീർച്ചയായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം ഒരു ദിവസം എല്ലാം ഇട്ടിട്ട് പോകും. എനിക്ക് 5 ഏക്കറുണ്ട്, എനിക്ക് 10 ഏക്കറുണ്ട്, 10 ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് പോകും. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരിക്കൽ ബുദ്ധഭഗവാന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, അല്ലയോ പ്രഭു, അങ്ങ് സുന്ദരിയായ ഭാര്യയെയും, സിദ്ധാർത്ഥ മഹാരാജാവായിരുന്നല്ലോ ശ്രീബുദ്ധൻ, അങ്ങ് സുന്ദരിയായ ഭാര്യയെയും കോട്ടയും കൊട്ടാരവും അധികാരം, പണം, സ്വത്ത് ഇതെല്ലാം ഇട്ട് അങ്ങ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങ് എന്ത് നേടി എന്നൊരു ചോദ്യം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം കൊടുത്ത ആൻസർ എന്താണെന്ന് വെച്ചാല്, ശിഷ്യ, നീ ചോദിച്ചത് വളരെ കറക്റ്റാണ്. ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തുകയായിരുന്നു. സുന്ദരിയായ ഭാര്യ, അധികാരം, പ്രജകള്, കോട്ട, കൊട്ടാരം, സ്വർണം, പണം ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയായിരുന്നു. പക്ഷേ എന്നിലുള്ള അസൂയ, കുശുമ്പ്, പരദൂഷണം പറച്ചില്, കുന്നായ്മ ഇതെല്ലാം എന്നിൽ നിന്നും പോയി. എന്നിൽ നിന്നെല്ലാം പോയി. ഇതൊരു നേട്ടമല്ലേ എന്നൊരു ചോദ്യം ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ രീതികളും.
നമ്മളിലെ രണ്ട് വിധം ശൗചമാണുള്ളത്. ഒന്ന് ബാഹ്യമായ ശൗചം, അത് നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളെയും. പക്ഷെ ആന്തരികമായ ശൗചം, ഐ മീൻ ഇന്റേണൽ ഓർഗൻസ് അല്ല, നമ്മുടെ ഉള്ളിലെ ദുഷിപ്പ്, ആ ജലസ്, അങ്ങനെയുള്ളതാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. എക്സ്പെഷ്യലി ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ ഒരു വൈഷ്ണവന്റെ അലങ്കാരം എന്ന് പറയുന്നത് പെരുമാറ്റമാണ്. വേ ഓഫ് ടോക്കിംഗ്, വേ ഓഫ് ബിഹേവിയർ, വേ ഓഫ് മാനേഴ്സ്, ഇങ്ങനെയുള്ള ആ ഒരു പെരുമാറ്റമാണ് ഒരു വൈഷ്ണവന്റെ അലങ്കാരം. ഓക്കെ, നമുക്ക് ഇനി ഒരു ശ്ലോകത്തിലോട്ടൊന്ന് വരാം. ഇനി ഭഗവത്ഗീതയില് ശരിക്കും പറഞ്ഞാല് 5 സത്യങ്ങളുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 ഈശ്വര, 2 ജീവ, 3 പ്രകൃതി, 4 കാല, 5 കർമ്മ. ഈശ്വര, ജീവ, പ്രകൃതി, കാല, കർമ്മ. ഇതാണ് ഭഗവത്ഗീതയിലെ 5 സത്യങ്ങൾ. ഈ 5 എണ്ണത്തില് 4 എണ്ണം ശാശ്വതമാണ്, കർമ്മം ശാശ്വതമല്ല. കർമ്മം ശാശ്വതമല്ല, ബാക്കി 4 ശാശ്വതമാണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അധ്യായം 1 ഒരു ശ്ലോകം എടുക്കാം. പേജ് നമ്പർ 45, അധ്യായം 1, കുരുക്ഷേത്ര യുദ്ധത്തിലെ സൈനിക നിരീക്ഷണം, അല്ലെങ്കിൽ അർജുന വിഷാദ യോഗം എന്നും പറയും. ശ്രീല പ്രഭു ഫാദർ കീജെ. ധൃതരാഷ്ട്രവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവൈശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവൈശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവൈശ്ചൈവ കിമകുർവത സഞ്ജയ. 1-2 പേരൊന്ന് വായിക്കാമോ? അരയിൽ 1-2 പേര് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നോക്കട്ടെ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ അതായത് ധൃതരാഷ്ട്ര പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ, മൈക്ക് ഓഫ് ചെയ്തോണം കേട്ടോ. ആരുടെയോ മൈക്ക് ഓൺ ആണ്, പ്ലീസ് ഓഫ് ചെയ്യൂ.
വീഡിയോ ഓൺ ചെയ്തോളൂ, മൈക്ക് ഓഫ് ചെയ്തേളൂ. ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്യുന്നു? അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സഞ്ജയൻ ആരായിരുന്നു? സഞ്ജയൻ വേദവ്യാസന്റെ ശിഷ്യനാണ്. ധൃതരാഷ്ട്ര ആരാണ്? വേദവ്യാസന്റെ മകനാണ്. അപ്പോ വേദവ്യാസന്റെ മകനായ ധൃതരാഷ്ട്രരുടെ സഹായിയാണ്. ആരുടെയോ മൈക്ക് ഓൺ ആണല്ലോ, ഡിസ്റ്റർബൻസ്. മൈക്ക് ഓൺ ചെയ്യണേ, ഓഫ് ചെയ്യണേ. അപ്പോൾ ധൃതരാഷ്ട്രരുടെ സഹായിയായിരുന്നു ആര്? സഞ്ജയൻ. സഞ്ജയൻ വേദവ്യാസന്റെ ശിഷ്യനുമാണ്. ഓക്കെ, അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് എവിടെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. കുരുക്ഷേത്ര ന്യൂഡൽഹിയിൽ നിന്നും 155 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ, ഇവരെവിടെയാണ് നിൽക്കുന്നത്? ധൃതരാഷ്ട്ര ഹസ്തിനപുരിയില്. ഹസ്തി എന്ന രാജാവ് ഭരിച്ചിരുന്ന സ്ഥലം, അതാണ് ഹസ്തിനപുരി. അപ്പോൾ ഈ ഹസ്തിനപുരിയിൽ നിന്നുകൊണ്ട് 155 കിലോമീറ്റർ അകലെ നടക്കുന്ന കാര്യങ്ങള് എങ്ങനെ മനസ്സിലാക്കും? അതാണ് ചോദ്യം. അത് എങ്ങനെയാണെന്ന് വെച്ചാല്, സഞ്ജയൻ ആരായിരുന്നു? വേദവ്യാസന്റെ ശിഷ്യനായിരുന്നു. ആ വേദവ്യാസന്റെ ശിഷ്യനായതുകൊണ്ട്, വേദവ്യാസന്റെ കാരുണ്യം കൊണ്ട് സഞ്ജയന് ദിവ്യ ചക്ഷുസ് കിട്ടിയിട്ടുണ്ട്. അതായത് ദൂരെ നടക്കുന്ന കാര്യങ്ങള് കാണാനുള്ള കഴിവ്. അങ്ങനെ ആ ഒരു കാലക്രമേണയാണ് നമുക്ക് ദൂരദർശൻ എന്നുള്ള പേരൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ ടിവിക്ക് ദൂരദർശൻ ഭാരതത്തിന്റെ ഇട്ടിരിക്കുന്നത് ദൂരദർശൻ. അതായത് ദൂരെയുള്ള കാര്യങ്ങൾ നമ്മളെ ലൈവായിട്ട് കാണിച്ചു തരുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ആ ഹസ്തിനപുരിയിൽ ഇരുന്നു കൊണ്ട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവൈശൈവ കിമകുർവദ സഞ്ജയ. അതായത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്റെ മക്കളും പാണ്ഡുപുത്രരും. ആ മാമക എന്നുള്ള വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാമക, അവിടെ ധൃതരാഷ്ട്രക്ക് സെപ്പറേഷൻ വന്നു. മാമക രണ്ടുപേരെയും, പാണ്ഡവരെയും കൗരവരെയും വളർത്തിക്കൊണ്ട് വന്ന ആരാണ്? ധൃതരാഷ്ട്രാണ്. പക്ഷേ ആ യുദ്ധത്തിന്റെ അവിടെ വന്നപ്പോഴത്തേനും ഒരു സെപ്പറേഷൻ വന്നു. മാമക, ഭഗവത്ഗീതയുടെ ആ പ്രശ്നങ്ങൾക്ക് തുടക്കം തന്നെ ശ്ലോകത്തിലുണ്ട്. മാമകയാണ് ഏറ്റവും വലിയ പ്രശ്നം. മാമക പാണ്ഡവൈശൈവ കിമകുർവദ സഞ്ജയ. എന്റെ മക്കളും പാണ്ഡവരും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ധർമ്മക്ഷേത്രേ, ഈ ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കുരുക്ഷേത്രത്തിനെ ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്? ഭാരതത്തിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്, എന്തുകൊണ്ട് കുരുക്ഷേത്രം തിരഞ്ഞെടുത്തു? ധർമ്മത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അതെ, അത് ഓക്കെ. പക്ഷെ കുരുക്ഷേത്ര എന്ന സ്ഥലം പർട്ടിക്കുലറി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? കറക്റ്റ് ആണ്, പുണ്യസ്ഥലമാണ്. എങ്ങനെ പുണ്യസ്ഥലമായി? അവിടെ ഒരുപാട് യോഗികളും മഹർഷിമാരും തപസ് ചെയ്യുകയും യാഗവും ഹോമങ്ങളും ഒക്കെ ചെയ്ത പുണ്യസ്ഥലം. കറക്റ്റ് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം മാതാജി. ഓക്കെ, അതായത് കുരു എന്ന രാജാവ് ഭരിച്ചിരുന്നത് കൊണ്ടാണ് കുരുക്ഷേത്രം. അത് ഓക്കെ. പക്ഷേ നമ്മള് മനസ്സിലാക്കേണ്ടത് അനാദി കാലം മുതലേ, മൈക്ക് ഓഫ് ചെയ്തോളൂ, അനാദി കാലം മുതലേ അത് വേദഭൂമിയായിരുന്നു. അനാദി കാലം, ഒത്തിരി കാലങ്ങളായിട്ട് അവിടെ ഇതിനു മുമ്പ് ഒത്തിരി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം ഭാരതത്തിലെ പ്രധാനപ്പെട്ട, ആരുടെയോ മൈക്ക് ഓൺ ആണ്, ഓഫ് ചെയ്യൂ, ദയവ് ചെയ്ത് ഓഫ് ചെയ്യൂ, നമ്മുടെ സമയം നഷ്ടപ്പെടും. ഓക്കെ, അതായത് അനാദി കാലം മുതല് ഈ കുരുക്ഷേത്ര പാണ്ഡവ കൗരവ യുദ്ധം മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഒത്തിരി യുദ്ധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇനി ഒത്തിരി യാഗങ്ങളും യജ്ഞങ്ങളും നടന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ആ കുരുക്ഷേത്രത്തിനെ ധർമ്മക്ഷേത്ര എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് ഇങ്ങനെ
സഞ്ജയനോട് ആര് ചോദിക്കുന്നു? ധൃതരാഷ്ട്ര ചോദിക്കുന്നു. അപ്പോൾ സഞ്ജയൻ എന്താണ് മറുപടി കൊടുക്കുന്നത്? സഞ്ജയൻ മറുപടി കൊടുക്കുന്നതാണ് അവിടെ എല്ലാ സൈഡിലും ഓരോ ആൾക്കാരുമുണ്ട്. അതായത് പാണ്ഡവർ എല്ലാം ഒരു സൈഡിൽ നിൽക്കുന്നു, യുധിഷ്ഠിരർ, അർജുനൻ, ഭീമൻ, നകുല, സഹദേവ, ഇങ്ങനെ എല്ലാവരും ഓരോ സൈഡിൽ നിൽക്കുന്നു. ഇനി എല്ലാവരും ഓരോ ശംഖ് പിടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ശംഖിന്റെ പേരറിയാമോ? യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേരാണ് അനന്ത വിജയം. യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേരാണ് അനന്ത വിജയം. ഭീമന്റെ ശംഖിന്റെ പേരാണ് പൗണ്ഡം. ഭീമന്റെ ശംഖിന്റെ പേര് പൗണ്ഡം. അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം. അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം. നകുലന്റെ ശംഖിന്റെ പേര് സുഘോഷം. നകുലന്റെ ശംഖിന്റെ പേര് സുഘോഷം. ഇനി സഹദേവന്റെ ശംഖിന്റെ പേരാണ് മണിപുഷ്പകം. സഹദേവന്റെ ശംഖിന്റെ പേര് മണിപുഷ്പകം. ഓക്കെ. ഇനി കർണന്റെ ശംഖിന്റെ പേരാണ് ഹിരണ്യഗർഭ. കർണന്റെ ശംഖിന്റെ പേരാണ് ഹിരണ്യഗർഭ. ഭീഷ്മരുടെ ശംഖിന്റെ പേരാണ് ശശാങ്ക. ഭീഷ്മരുടെ ശംഖിന്റെ പേരാണ് ശശാങ്ക. ഭഗവാന്റെ അറിയാം ഓൾറെഡി, പാഞ്ചജന്യം. അത് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. ഇനി അർജുനന്റെ തേര് ആര് കൊടുത്തു? അർജുനന് രഥം കൊടുത്തത് അഗ്നിദേവൻ. അഗ്നിദേവനാണ് അർജുനന് രഥം കൊടുക്കുന്നത്. ഇനി അർജുനന് വെള്ള കുതിരകളെ ആര് കൊടുക്കുന്നു? ചിത്രരഥൻ എന്ന ഗന്ധർവനാണ് അർജുനന് വെള്ള കുതിരകളെ കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ചിത്രരഥൻ എന്ന ഗന്ധർവൻ. ഇനി അർജുനന് ശംഖ് കൊടുത്തത് ആരാണ്? ഇന്ദ്രൻ. ഓക്കെ. അപ്പൊ ഇനി പിന്നെ എന്താണ് വിവരിക്കുന്നത്? അർജുനന്റെ തേരിലുള്ള കൊടിയില് അർജുനന്റെ തേരിലുള്ള കൊടിയില് ആരുടെ ചിഹ്നമാണ്? ഹനുമാന്റെ ചിഹ്നം ആ കൊടിയിൽ എന്തുകൊണ്ട് വന്നു? കാരണം ഹനുമാനും ഭീമനും വായു ഭഗവാന്റെ പുത്രന്മാരാണ്. അതായത് ചേട്ടനും അനിയനുമാണ് ഹനുമാനും ഭീമനും. രണ്ടുപേരും വായു ഭഗവാന്റെ പുത്രന്മാരാണ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും? ഇതാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മള് ചേകിതാൻ ഓരോ ശ്ലോകത്തിലോട്ടും പോകുമ്പോൾ ഓരോ ശ്ലോകം, അതേ രണ്ടാം ശ്ലോകം, ഇങ്ങനെ ഓരോരോ ശ്ലോകങ്ങൾ പോകുന്നതാണ്. ഇതിനകത്ത് ആകെ 700 ശ്ലോകമാണ് ഭഗവത്ഗീതയ്ക്കകത്തുള്ളത്. അതെല്ലാവർക്കും അറിയാം അല്ലെ? 700 ശ്ലോകത്തിനകത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 574 ശ്ലോകമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ആകെയുള്ള 700 ശ്ലോകത്തിനകത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 574 ശ്ലോകം. അർജുനൻ പറഞ്ഞിരിക്കുന്നത് 84 ശ്ലോകം. അർജുനൻ പറഞ്ഞിരിക്കുന്നത് 84, 8-4. സഞ്ജയൻ പറഞ്ഞിരിക്കുന്നത് 41, 4-1 സഞ്ജയൻ പറഞ്ഞിരിക്കുന്നത്.
ധൃതരാഷ്ട്ര പറഞ്ഞിരിക്കുന്നത് ആകെ ഒരു ശ്ലോകം. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമ്മള് 9-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അനന്യാ ചിന്തയന്തോ മാം യേജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമിഹം. അതായത് ഇതിനെ നവവിധ ഭക്തി എന്ന് പറയും. ഇത് ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, മൈത്രീഭാവം, പാദസേവനം, ആത്മസമർപ്പണം. ഇതാണ് 9 രീതി നവവിധ ഭക്തി എന്ന് പറയും. അതില് ഭഗവാനെ പറ്റി ശ്രവിച്ചാൽ മതി, ഭഗവാന്റെ കീർത്തനം പാടിയാൽ മതി, സ്മരിച്ചാൽ മതി, പാദസേവനം ചെയ്യുക, അർച്ചനം ചെയ്യുക, വന്ദനം ചെയ്യുക, ദാസ്യം, ഇങ്ങനെ ഏതേലും ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്താൻ പറ്റും. അതായത് ഇനി ശ്രവണം ആരായിരുന്നു? പരിഷത്ത് മഹാരാജ്. ശ്രവണം പരിഷത്ത് മഹാരാജ്. കീർത്തനം സുഖദേവ ഗോസ്വാമി. സ്മരണം പ്രഹ്ലാദ് മഹാരാജ്. പാദസേവനം ലക്ഷ്മി ദേവി. അർച്ചനം പൃഥു മഹാരാജ്. വന്ദനം അക്രൂരൻ. ദാസ്യം ഹനുമാൻ. മൈത്രീഭാവം അർജുനൻ. ആത്മസമർപ്പണം ബലി അല്ലെങ്കിൽ മഹാബലി. ഇതെല്ലാം കൂടി ഉണ്ടായിരുന്ന ആരാണ്? അംബരീഷ് മഹാരാജ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഈ 9-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇനി ഭക്തി. എല്ലാരും ഗുരുവായൂരമ്പലത്തിലും ഒക്കെ പോവാറുണ്ട്. നമ്മളെല്ലാം ഗുരുവായൂരമ്പലത്തിൽ, അതായത് നമ്മൾ 9-ാം അധ്യായം 26-ാം ശ്ലോകം, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യ പ്രയച്ഛതി തദഹം ഭക്ത്യാവഹൃതു അസ്നാമി പ്രേതാത്മന. അതായത് ഇലയോ പൂവോ കായോ ജലമോ, ഇങ്ങനെ 4 കാര്യങ്ങൾ ഏതേലും മതി. നമ്മുടെ കയ്യിൽ നമ്മൾ ഒത്തിരി വാരിക്കോരിയൊന്നും പൈസയൊന്നും കൊണ്ട് ക്ഷേത്രത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മള് പത്രം പുഷ്പം ഫലം തോ, ഇലയോ പൂവോ കായോ ജലമോ, ഇതിൽ യോമേ ഭക്തിയ പ്രയച്ഛതി, ഭക്തിയോടെ അർപ്പിക്കുക. അവിടെയാണ്. അതായത് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മള് ബിരിയാണി കഴിച്ചിട്ട് ഭഗവാന് കൊണ്ടൊരു ആപ്പിൾ കൊടുക്കുന്നു. മനസ്സിലായോ? പലരും നമ്മൾ കാണാറുണ്ട്, ഓ ഇത് എടുക്കുവല്ലാത്ത നോട്ട്, എന്നാ പണ്ണാരത്തിൽ ഇട്ടേക്കാം. കീറിയ നോട്ടെ കൊണ്ട് ഭഗവാന്മാർക്ക് കൊണ്ടുവിടും. അല്ലേ? അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മുടെ ആ മനോസ്ഥിതി, നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ നമ്മള് ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്റെ ഭഗവാൻ നീണ്ട ഒരു ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. എന്റെ ഭഗവാനെ എനിക്ക് അത് സാധിച്ചു തരണേ, എനിക്ക് ഇത് സാധിച്ചു തരണേ. അയലോക്കക്കാരി ഇച്ചിരി പ്രശ്നക്കാരി, അവൾക്ക് വേണ്ടി ഒന്ന്, അങ്ങനെ ഭയങ്കര ക്രൂവൽ മെന്റാലിറ്റിയിൽ നമ്മൾ ചെല്ലുന്നത് അല്ലേ? നീണ്ട ഒരു ലിസ്റ്റ്. ഭഗവാനെ എന്റെ മോളെ പഠിപ്പിക്കണേ, പരീക്ഷ അവളെ പാസ്സാക്കണേ. എന്റെ മോള് പഠിച്ചാ പാസ്സാകും. അതായത് ഉദാഹരണം പറഞ്ഞാല് 10 രൂപ നമ്മള് ഭഗവാന് കൊടുക്കുന്നു. പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം പോലെയാ. ചക്ക കൊടുക്കുന്നു, തേങ്ങ വാങ്ങുന്നു, കപ്പ കൊടുക്കുന്നു, അരി വാങ്ങുന്നു, പണ്ടത്തെ ആ സിസ്റ്റം. നമ്മളൊരു 10 രൂപ ഭഗവാന് കൊടുക്കുന്നു, ഭഗവാനിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആയിരിക്കരുത്. ആരേലും ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനെ എനിക്ക് ദുഃഖം മാത്രം മതി എന്നും പറഞ്ഞ് ഗുരുവായൂരമ്പലത്തിൽ പോവുമോ? നീണ്ട ഒരു ലിസ്റ്റുമായിട്ടല്ലേ ചെല്ലുള്ളൂ. അപ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, എന്ത് കൊടുക്കുന്നുവോ ഭഗവാന് അത് നല്ലത് കൊടുക്കുക, നല്ല പ്രസാദം ഉണ്ടാക്കുക, നല്ല ആഹാരം കൊടുക്കുക, നല്ല വസ്ത്രം. ഭഗവാന് അഭിഷേകമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് ഭഗവാന് കൊടുക്കുക, നല്ല പുതിയ പാത്രത്തിൽ പ്രസാദം കൊടുക്കുക, എല്ലാം ഫ്രഷ് നല്ലത് ഭഗവാന് കൊടുക്കുക. നമ്മളെയും ഭഗവാനെ ഒരിക്കലും ഒരേപോലെ കാണരുത്. അതാണ്. അതായത് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് ഭഗവാന് ആ ഒരു ചടങ്ങ് നടത്താൻ ഒരു കഷ്ണം കപ്പ കഷ്ണം കൊണ്ട് കൊടുക്കുന്നു. അതായിരിക്കരുത് നമ്മുടെ മനോഭാവം. ക്ലിയർ ആയോ? പ്രഭു, സമയമായോ പ്രഭു?
രജിസ്റ്റർ പ്രഭു ഇല്ല, സമയമുണ്ട് പ്രഭു, ഒരു 10-15 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മള് ഈ ഭഗവത്ഗീതയെ നമ്മൾ ശരിക്കും പറഞ്ഞാല് 3 തിരിച്ചിരിക്കുകയാണ്. അതായത് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഇങ്ങനെ 3 തിരിച്ചിരിക്കുക. ഭഗവത്ഗീത 700 ശ്ലോകമുണ്ട്. അതിനകത്ത് 18 അധ്യായത്തില് ആ ഭഗവത്ഗീതയെ 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. 1 തൊട്ട് 6 വരെ കർമ്മഭാഗം അല്ലെങ്കിൽ കർമ്മയോഗം, 7 തൊട്ട് 12 വരെ ഭക്തിയോഗം, ഭക്തിഭാഗം എന്ന് പറയാം അല്ലെങ്കിൽ ഭക്തിയോഗം എന്ന് പറയാം. ഇനി 13 തൊട്ട് 18 വരെ ജ്ഞാനയോഗം. അവ 1 തൊട്ട് 6 വരെ കർമ്മഭാഗം, 7 തൊട്ട് 12 വരെ ഭക്തി യോഗം, 13 തൊട്ട് 18 വരെ ജ്ഞാനയോഗം. ഇനി കർമ്മയോഗത്തില് 1 തൊട്ട് 6 വരെ എന്താണ് കൂടുതലും പഠിപ്പിക്കുന്നത്? ഈ ജീവൻ ഭൗതികമല്ല, ആത്മീയമാണ്. അതായത് ഓരോരോ നല്ല രീതിയിലെ യോഗങ്ങളൊക്കെ ചെയ്ത് ആത്മീയ തലത്തിലേക്ക് ഉയരാൻ കഴിയും. അതാണ് 1 തൊട്ട് 6 വരെയുള്ള എൻ്റെ ഒരു കാമ്പ്. ഇനി ഭക്തിയോഗമോ? ഭക്തിയോഗം എന്താണ്? ശുദ്ധഭക്തി, അതിൻ്റെ പ്രവർത്തനം, അതാണ് ഭക്തിയോഗം. അതായത് 7 തൊട്ട് 12 വരെയുള്ള അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് ശുദ്ധഭക്തി, അതിൻ്റെ പ്രവർത്തനവും. ഇനി 3-ാമത്തെ സെക്ഷൻ ഏതാണ്? ജ്ഞാനയോഗം. അതാണ് എങ്ങനെയാണ് ജീവൻ ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കത്തിലാകുന്നത്, എങ്ങനെയാണ് ജീവൻ ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കത്തിൽ ആവുന്നത്. അതായത് ശാശ്വതമായ അവസ്ഥ, ഭഗവാന്റെ സേവകനാണ് എന്ന് ആ അവസ്ഥയിൽ നിന്നും, അതായത് പുരുഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പുരുഷൻ പ്രകൃതി, അതായത് പുരുഷൻ പ്രകൃതിയും പുരുഷൻ, അതായത് ഭഗവാൻ, നമ്മൾ എന്ന് പറയുന്നത് പ്രകൃതി, അതായത് പുരുഷഭാവം. പിന്നെ ഫ്യൂച്ചറിലോട്ട് നമുക്ക് ഓരോരോ ക്ലാസ്സിൽ എങ്ങനെയാണ് ഭഗവാൻ അവരെ മുക്തിയിലേക്ക് നയിക്കുന്നത്, എത്ര മുക്തിയുണ്ട്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ ക്ലാസ്സിലായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ദയവ് ചെയ്ത് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഭഗവത്ഗീത പഠിക്കുക. നമ്മുടെ പ്രയത്നവും ഭഗവാന്റെ കാരുണ്യവും, നമ്മുടെ പ്രയത്നമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഗുണങ്ങൾ, സത്യഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകത്തിന് ഒത്തിരി 41 ശ്ലോകങ്ങളുടെ ഭഗവാനല്ല, ഇതിനകത്ത് ഒത്തിരി ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു എന്നാ പറഞ്ഞ സമ്മറി എന്ന് പറയുന്നത്, സഞ്ജയൻ ഇതിനിടയ്ക്ക് 41 ശ്ലോകം പറയുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ശ്ലോകത്തിനകത്താണ് അതിനകത്ത് കൊണ്ട് ഫൈനലൈസ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ശ്ലോകം അറിയാവോ? എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുത്ര സത്ര ശ്രീ വിജയർഭൂത ധ്രുവാനിധിർ മതിർമമ. ആ ലാസ്റ്റ് ശ്ലോകം 18-ാം അധ്യായത്തിലെ 78-ാമത്തെ ശ്ലോകം. എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതി ധ്രുവാനിധിർമതിർമമ. ആ ഫസ്റ്റ് ശ്ലോകത്തിന് അവസാനം കൊണ്ട് ആരാണ് സഞ്ജയൻ മറുപടി കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു വെച്ചാല്, എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ,
അവിടെ ഐശ്വര്യവും വിജയവും നീതിയുമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്. ഇതോടുകൂടി ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് സഞ്ജയൻ മറുപടി നൽകി ഫിനിഷ് ആക്കുകയാണ്. അതായത് ഒന്നാമത്തെ ശ്ലോകത്തിന് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡ വൈശൈവ കിമകുർവത സഞ്ജയ എന്ന ശ്ലോകത്തിന് മറുപടി കൊടുത്തുകൊണ്ട് എന്താണ് കൊടുക്കുന്നത്? എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോഹുദീർ ധ്രുവാനിധിർ മതിർ മമ. അതായത് ഒന്നാം ശ്ലോകത്തിൽ തുടങ്ങി ഇത്രയും കാര്യങ്ങൾ 699 ശ്ലോകവും കഴിഞ്ഞ് 700ാമത്തെ ശ്ലോകത്തിലാണ് പൂർണ്ണമായിട്ടും ഭഗവാനിലോട്ട് കാര്യങ്ങള് സഞ്ജയൻ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയാണ്. ഭഗവാൻ അർജുനന് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് മാർക്കറ്റിംഗ് മാനേജർ. എല്ലാ രീതിയിലും അർജുനനിലൂടെ സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രയിലൂടെ നമ്മളിൽ എത്തിക്കുകയാണ്. മനസ്സിലായോ? ഇത് നോട്ട് ഓൺലി ഫോർ അർജുനന് മാത്രമല്ല, എല്ലാരിലൂടെ. അതാണ് ഭഗവത്ഗീതയുടെ ഒരു ചെറിയൊരു സമ്മറി എന്ന് പറയുന്നത്. ഇവിടെ ധർമ്മക്ഷേത്ര അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് സഞ്ജയൻ ഇവിടെ പൂർത്തിയാക്കുകയാണ് കേട്ടോ. ക്ലിയർ ആയോ? ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും വളരെ നന്ദി. വളരെ പെട്ടെന്ന് ചിട്ടപ്പെട്ട് എത്തിയതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വിഷയസംബന്ധമായ ഡൗട്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കാര്യം ചോദിച്ചാൽ അറിയില്ല. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരന്റെ ശങ്കിന്റെ പേരൊന്നുകൂടെ ഒന്ന് പറയണേ. അനന്തവിജയം. അനന്തവിജയം. അനന്തവിജയം ഒന്നുകൂടെ പറയണോ? ഇല്ല, അത് മാത്രമേ ഉള്ളായിരുന്നു. അത് അനന്ത വിജയം അതേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട്. എല്ലാരും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഈ ലൈഫ് ഒന്നും അല്ല, അത് മാത്രം മനസ്സിലാക്കുക. നമ്മളെല്ലാം ഏത് സമയവും ഭഗവാന്റെ കാരുണ്യം മൂലം നമ്മൾ നാളെ രാവിലെ നാളെ ഏകാദശിയാണ്. എല്ലാവരും ഏകാദശി എടുക്കുക, അഭ്യർത്ഥനയാണ്. പിന്നെ ഭഗവത്ഗീത എടുത്തിരിക്കുന്നത് മഹാഭാരതത്തിലെ ഭീഷ്മപർവം 18 പർവമുണ്ട്. ഭീഷ്മപർവത്തിലെ 25 തൊട്ട് 42 വരെയുള്ള 18 ശ്ലോകമാണ് ഭീഷ്മപർവത്തിലെ. അതായത് ഭീഷ്മപർവം എന്ന് പറയുന്ന 7ാം പർവമാണ്. ആ 7ാം പർവമായ ഭീഷ്മപർവത്തിലെ 25 തൊട്ട് 42 വരെയുള്ള ആ ശ്ലോകം ആണ് 700 ശ്ലോകമാക്കിയിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഡീപ്പായിട്ട് ഭഗവത്ഗീതയെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി പ്രഭു. നല്ല മനസ്സിലാകുന്നുണ്ടായിരുന്നോ? മനസ്സിലായല്ലേ? കഴിവല്ല, അത് ഭഗവാന്റെ കഴിവാണ്. ശ്രീല പ്രഭുപാദരുടെ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം ഇപ്പൊ കാണാൻ പറ്റുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ബയോഗ്രഫി എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും വായിക്കണം. 1966 അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഇസ്കോൺ എന്ന മഹാപ്രസ്ഥാനം തുടങ്ങുന്നത്. ആദ്യത്തെ ടെമ്പിള് 1967 അതെ, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഫസ്റ്റ് ടെമ്പിൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ലോകത്തില് 203 രാജ്യങ്ങളിലുള്ള ഒരു മഹാപ്രസ്ഥാനം. നോർത്ത് കൊറിയ ഒഴികെ ഐക്യരാഷ്ട്രസഭ ഏതാണ്ട് 179 രാജ്യമുള്ളൂ. പക്ഷെ അഡ്ജസ്റ്റന്റ് ഐലൻഡും അതൊക്കെ ചേർത്താണ് 203 ആകുന്നത്. അപ്പൊ എല്ലാരും ഈ ഒരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ് നമ്മള് ഇതിനകത്ത് വന്നത്. ഇതിനകത്ത് വളരെ നല്ലൊരു പ്രസ്ഥാനമാണ്. എല്ലാവരും മാതാജിമാര്, ഞാൻ എൻ്റെ അമ്മയെ എങ്ങനെ കാണുന്നോ അതുപോലെയാണ് ഇതിനകത്ത് ലേഡീസിനെ എല്ലാവരും കാണുന്നത്. അതുപോലെ തന്നെ ലേഡീസ് മാതാജിമാരും
പ്രഭു, മാതാജി പ്രഭു ഈ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇത്രയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ നാളെ ഇസ്കോണിൽ നിന്ന് പോയാൽ അത് എനിക്കുണ്ടാവുന്ന നഷ്ടം. ഈ പ്രസ്ഥാനം എങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല്, ഭഗവാന്റെ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഭഗവത്ഗീത ക്ലാസ് കേൾക്കാനും നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാനും ഒക്കെ. അതായത് ഇസ്കോണിൽ ഒരു മെമ്പർ വരണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ സെലക്ട് ചെയ്യണം, അല്ലാതെ ഒരാളും വരത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പൊ നമ്മള് ആരെയും കുറ്റം പറയുകയോ വിമർശിക്കുകയോ ചെയ്യാൻ പാടില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ മറ്റുള്ളവർ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോ പറയും ഗുരുവായൂരപ്പനോ, ഗുരുവായൂരപ്പൻ എന്റെ മാമന്റെ മകനാ, എന്റെ കുഞ്ഞമ്മയുടെ മകനാന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, എന്നാ ഇവരോട് ചോദിക്കുകയാണ് നാളെ ഇപ്പൊ ഏകാദശി നോക്കൂ, ഇല്ല. ഭഗവത്ഗീത വായിക്കാറുണ്ടോ? ഇല്ല. അതൊന്നും പറ്റത്തില്ല. അതെ, ഗുരുവായൂരപ്പൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീത നോക്കത്തില്ല, ഏകാദശി എടുക്കത്തില്ല. അപ്പോൾ പിന്നെ ഭക്തനാന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അപ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കുക. എത്ര നാൾ ഉണ്ടാവും നമുക്ക് ഈ എത്ര ഏകാദശി എടുക്കാൻ പറ്റും? അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ടെൻഷൻ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാധനമാണ് മനസ്സ്. ബാക്കി എല്ലാ ദുശീലങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ മദ്യപാനം, പുകവലി ഇതൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സംഭവമാണ് മനസ്സ്, മൈൻഡ്. നമ്മൾ പെട്ടെന്ന് പാകിസ്ഥാനിൽ ചെല്ലും, അഫ്ഗാനിസ്ഥാനിൽ ചെല്ലും, കാബൂൾ, ഇറാൻ, ഇറാഖ്, അമേരിക്ക, ഓസ്ട്രേലിയ, വെനിസ്വല, കരാക്കസ് ഇങ്ങനെ കറങ്ങി അടിച്ച് ജർമ്മനി എല്ലാം ഗൾഫൊക്കെ ഇറങ്ങി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് വരും, ഇല്ലേ? അതാണ് മനസ്സ്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന സാധനം, ഒറ്റ റെമഡി, ഒറ്റ മെഡിസിൻ അതേ ഉള്ളൂ, ഭഗവത്ഗീത. ഭഗവത്ഗീത വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും. അതാണ് അതിന്റെ ഒരു റെമഡി. അതുപോലെ മാലജ, ഇപ്പം പ്രഭുവിന്റെ കാരുണ്യത്തിൽ പ്രഭു ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജയേഷ് പ്രഭു ഒത്തിരി നല്ല സേവനങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ ഇപ്പൊ രണ്ടാമത്തെ പ്രോഗ്രാം ജൂലൈയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജൂലൈയിൽ തന്നെയാണ്. പ്രഭു അതെല്ലാം ചെയ്യും. എല്ലാവരും ആ പ്രോഗ്രാമിനും വന്ന് പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോ എല്ലാരെയും കാണാനും സംസാരിക്കാനും സാധിച്ചത് വളരെ സന്തോഷം. ഇനി നമ്മൾ വേണ്ടത് ദിവസവും നമ്മൾ ജപിക്കണം. അതായത് എങ്ങനെയും 16 മാല, ആ നമ്പർ 16 മാല ജപിച്ചു കഴിഞ്ഞ് ഓടിച്ചെന്ന് ആ സഞ്ചി ആണിയെ തൂക്കിയിട്ടു. അതായിരിക്കരുത് നമ്മുടെ മനോഭാവം. എങ്ങനെയും ആ 16 മാല ജപിക്കാൻ പറഞ്ഞു. ഹരേഷ് 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 ഒരുമാതിരി ചില സന്ധ്യക്കൊക്കെ മൂർഖമ്പാമ്പ് എങ്ങനെ ചീറ്റുന്ന പോലെ ഇങ്ങനെയൊക്കെ കേൾക്കും. അതായിരിക്കരുത്. ആ പ്രോപ്പറായിട്ട് ഒരു മാലയെ ജപിച്ചുള്ളൂ. അത് ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്. പ്രോപ്പറായിട്ട് ചെല്ലുക. നമ്മള് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലേ? 16 മാല ജപിക്കാൻ പറഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞാല് 5 തൊട്ട് 8 വരെയാണ് ടൈമിങ്. 5 മിനിറ്റ് തൊട്ട് 8 വരെ, അതാണ് പെർഫെക്റ്റ്. ചിലര് 3 മിനിറ്റ് കൊണ്ടൊക്കെ മാല ജപിച്ചു. എങ്ങനെയാ ചെയ്യും? അതായത് അത് ഷോർട്ട് കട്ടാണ്. ഒരു കാരണവശാലും ഷോർട്ട് കട്ട് അടിക്കാൻ പാടില്ല. കറക്റ്റ് ചെല്ലാൻ പറ്റി വളരെ ക്ലിയർ ആയിട്ട് മാല ജപിക്കുക. അല്ലെ നമ്മള് 16 മാല ജപിച്ചു, 40 മാല ജപിച്ചു, 100 മാല ജപിച്ചു, ഇതിലല്ല കാര്യം. ഒരെണ്ണേ ജപിച്ചുള്ളൂ, അത് പെർഫെക്റ്റ് ആയിട്ട് ജപിക്കുക. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. സമയമായോ? ഇല്ല, സമയമായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പ്രഭു. അപ്പം എന്തായാലും പ്രഭു ഒരുപാട് സന്തോഷം പ്രഭു. ഭഗവത്ഗീതയെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ കേൾക്കാൻ പറ്റി. അതുപോലെ മഹാഭാരതത്തിന്റെ ആ തുടക്കം ശാന്തനു മഹാരാജാവിൽ നിന്ന് പ്രഭു തുടങ്ങി. അങ്ങനെ പലർക്കും അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രഭു ഇവിടെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രഭുവിനോട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. അതുപോലെ പ്രഭു പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട് എനിക്ക്. അതായത് നമ്മുടെ പ്രോഗ്രാം ജൂലൈയിൽ നിന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അത് എന്റെ ലീവ് ഇപ്പൊ പാസ്സായിരിക്കുന്ന ജൂണില് പെരുന്നാളിനോടനുബന്ധിച്ചിട്ടാണ് പാസ്സായിരിക്കുന്നത്. അപ്പൊ വിസ റിന്യൂവൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു മഹാമാരി കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്.
അതായത് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിസ റിന്യൂവൽ കമ്പനി ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് വിസ റിന്യൂ ചെയ്തതിന്റെ വിസ ഒരു 7 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് എക്സ്പയർ ആവും. അപ്പൊ അത് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇതുവരെ ഞാൻ അനൗൺസ് ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ ജൂൺ 13-നാണ് എന്റെ ലീവ് പാസ്. ജൂൺ 13-ന് അന്ന് രാത്രിയിലാണ് പോരുന്നത്. അപ്പൊ പ്രോഗ്രാം നടത്താമെന്ന് വിചാരിക്കുന്നത് 20, 21, 22, 23 4 ദിവസങ്ങളിലായിട്ടാണ് ജൂൺ. അപ്പൊ അതുകൊണ്ട് ഒരു ഫൈനൽ അനൗൺസ്മെന്റ് ആയിട്ട് തരാത്തത് ഇതുപോലെ ഈ വിസ റിന്യൂവലിനെ കൂടെ കൂടി അറിഞ്ഞിട്ടായിക്കോളാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അപ്പൊ നമ്മൾ അതിന്റെ സ്ഥലമൊക്കെ ഏകദേശമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, എവിടെയാണ് നടത്തേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ പ്രഭു അവിടെ ഉള്ളതുകൊണ്ട് പ്രഭു ഏറ്റുമാനൂർക്കാരനാണ്. പ്രഭു വേദവ്യാസപുരം വേദഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് പ്രഭു താമസിക്കുന്നത്. നമ്മൾ അവിടെയും പോകുന്നുണ്ട്. നമ്മൾ കാര്യം ഞാൻ അത്രയും തൊട്ടടുത്ത് താമസിച്ചിട്ട് എനിക്ക് 3 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലത്ത് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആലോചിച്ച് അത്രയും വലിയ ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ വേദവ്യാസ മഹർഷിയെ പറ്റിയാണ് പ്രഭു ആദ്യമൊക്കെ പറഞ്ഞതല്ലേ. ആ വേദവ്യാസ മഹർഷി വന്നിരിക്കുന്ന സ്ഥലം പ്രഭുവിന്റെ വീടിന് വളരെ തൊട്ടടുത്തുണ്ട്. വേദവ്യാസ മഹർഷി അതുപോലെ പഞ്ചപാണ്ഡവര് അവിടെ തപസ്സിരുന്ന സ്ഥലവും അതുപോലെ അത് തീർത്ഥങ്ങളുണ്ട് അവിടെ. അതുപോലെ നമ്മള് ഈ ഇവിടെ ബലിയിട്ട സ്ഥലമാണ് അത് പാണ്ഡവര് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അത് ഈ കർക്കിടക മാസത്തിലൊക്കെ ബലിയിടുന്ന സമയത്ത് അവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ വിദ്യാരംഭം, വേദവ്യാസർ വന്നതുകൊണ്ട് തന്നെ വിദ്യാരംഭത്തിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് വേദഗിരി. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പോകാമെന്ന് വിചാരിക്കുന്നു, ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എന്റെ വിസ റിന്യൂവലും പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഡേറ്റ് അനൗൺസ് ചെയ്യും. എല്ലാവരും വരിക. അത് ആ ഒരു സമയത്താണ് നമ്മൾ ഭഗവത്ഗീത, നമ്മൾ ഭക്തിവിഷയ ക്ലാസ് ഏകദേശം സമാപിച്ചിരിക്കുകയാണ്. ഇനി 64-ാമത്തെ ആഴ്ച ഒരു സമാപനമായിട്ടൊരു എല്ലാ വൈഷ്ണവരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു സമാപന സമ്മേളനം ഉണ്ടായിരിക്കും. ഞാൻ അത് അനൗൺസ് ചെയ്തിരുന്നു. അത് എന്നാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്തില്ല. അതുവരെ നമ്മൾ ഇങ്ങനെ ഓരോ ക്ലാസ് എടുത്ത് നമ്മൾ പ്രശ്നോത്തരിയും അങ്ങനെ വിസിറ്റിംഗ് വൈഷ്ണവസിനെ കൊണ്ടുവന്ന് ചെറിയ ക്ലാസ്സുകൾ എടുത്ത് പോവുകയാണ്. സമാപനം ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുൻപേ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനുശേഷം നമ്മള് ഉയർന്ന വൈഷ്ണവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഭഗവത്ഗീത ക്ലാസ് നാട്ടിൽ വെച്ചിട്ട് ഇനാഗുറേറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നാട്ടിൽ വെച്ചിട്ട് രഥയാത്രയൊക്കെ നടത്താമെന്ന് വിചാരിക്കുന്നു, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. അതുപോലെ ഈ വൈഷ്ണവരെയൊക്കെ തന്നെ വിളിക്കണമെങ്കിലും ഡേറ്റ് ഫിക്സ് ആകാതെ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പ്രതിസന്ധികളൊക്കെ എത്രയും പെട്ടെന്ന് മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അടുക്കല് നിങ്ങളെല്ലാവരും ശുദ്ധഭക്തരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് തീർച്ചയായിട്ടും അത് സാങ്ഷൻ ആക്കി തരും. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെപ്പോഴും പറയുന്നത് ഒരു ഇല പോലും അനങ്ങുന്നത് ഭഗവാൻ അറിയാതെ നടക്കത്തില്ലല്ലേ. ഒരു ഇല പോലും. കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എപ്പോഴും പറയുന്നത്? എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മാവായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയം എന്താണെന്ന് വായിക്കാനായിട്ട് ഭഗവാന് പറ്റും. കാര്യം ഭഗവാൻ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഹൃദയം കൊണ്ട് ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും അത് ഭഗവാൻ അത് സാധിച്ചു തരും. അപ്പൊ അതാണ് എന്റെ പ്രാർത്ഥന. എന്റെ നിങ്ങളോടുള്ള അപേക്ഷ അത് തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം അതില് 2-3 പേർക്ക് കൂടാൻ പറ്റാത്തവരുണ്ട്. പൊന്നമ്മ മാതാജി ഇപ്പൊ US ഇരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഒരു സതി മാതാജി തുടക്കം മുതലുള്ളവരാണ്. അതുപോലെ കാനഡയിൽ പോകേണ്ടി വന്നു. അപ്പൊ ബാക്കി എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മല്ലിക മാതാജി ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം മാതാജിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. മാതാജിയെ കൊണ്ടുവരേണ്ട ആരും ഇല്ല, അങ്ങനെയാണ് പറ്റിയത്. മാതാജി ഒറ്റയ്ക്ക് എങ്ങനെ ഇത്രയും ദൂരം വരും എന്നുള്ള പറഞ്ഞു. അപ്പൊ അത് ഇപ്രാവശ്യം മാതാജിക്ക് അത് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി നമ്മളിവിടെ പുതിയതായിട്ടുള്ള അംഗങ്ങൾക്കും നമ്മളെല്ലാവരെയും പരിചയപ്പെടാനും കാണാനായിട്ടുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് മാധവി, രാധ മാതാജി, സൗദ മാതാജി ഒക്കെ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് നാളിന് ശേഷം യമുന മാതാജിയെ ഇപ്പൊ കണ്ടു വീണ്ടും. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോടെ എടുക്കാറായെന്ന് തോന്നുന്നു മാതാജിയെ കണ്ടിട്ട്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി എന്താണ് വിശേഷങ്ങൾ? മാതാജി എന്താണ് ഇതുവരെയും മാതാജി കാണുന്നില്ലായിരുന്നു? വിശേഷങ്ങളൊന്നുമില്ല. ഇവിടെ വയ്യാത്ത അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് കയറാൻ പറ്റും. നേരത്തെ ജോലിയൊക്കെ ഒതുക്കി വന്നുകൊണ്ട് ഞാനങ്ങ് കേറിയതാ. ഹരികഥയെന്ന് കണ്ടപ്പോ ഞാനങ്ങ് കേറിയതാ. അതെ അല്ലേ. അപ്പൊ മാതാജി യൂട്യൂബ് ഒക്കെ കാണാറുണ്ടോ? എന്തോ യൂട്യൂബ് കാണാറുണ്ടോന്ന്? ഇത് കാണാറുണ്ട്. അതെയല്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം മാതാജി വീണ്ടും തിരിച്ചു കയറിയതില്. അപ്പൊ ഇനി എന്തെങ്കിലും പ്രഭുവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക്
ഇനി എന്ന് ഇങ്ങനെ ഭഗവത്ഗീത ക്ലാസ് ആണോ? അല്ല, ഇനി ഇത് നമ്മൾ ഓരോ വിസിറ്റിംഗ് വൈഷ്ണവസിനെ വിളിച്ചിട്ട് ക്ലാസ്സുകൾ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വരുന്നതിന് മുൻപേ തന്നെ നമുക്കൊരു സമാപനം ഉണ്ട്, ഭക്തിവിഷ ക്ലാസ്സിന്റെ 64 ആഴ്ച എടുത്തതിന്റെ. പിന്നെ പ്രശ്നോത്തരി ഉണ്ട്, നമ്മളെടുത്ത ഭക്തിവിഷയുടെ ഒക്കെ ചോദ്യോത്തര ഇതുണ്ട്. അത് നമ്മൾ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ പ്രശ്നോത്തരി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിനുശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞ് ഭഗവത്ഗീതയുടെ ക്ലാസ് ഒഫീഷ്യലി നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും വീണ്ടും ഭഗവത്ഗീത 1ാമത്തെ ശ്ലോകം തൊട്ട് എടുത്തു പോകുന്നത്. ഇന്ന് പ്രഭു നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രഡക്ഷൻ തന്നതാണ്. ഇനി വരുന്ന ആൾക്കാരും ചിലപ്പോൾ ഇതേപോലെയുള്ള ഓരോ ഇൻട്രഡക്ഷൻ ആയിരിക്കും. അതുപോലെ നമുക്ക് ശരിക്കും ഭഗവത്ഗീതയുടെ ക്ലാസ് ഈ പറയുന്ന 18 അധ്യായങ്ങളും നമ്മൾ ഔപചാരികമായിട്ട് നാട്ടിൽ വെച്ചിട്ട് ഇനാഗുറേഷന് ശേഷം തുടങ്ങുന്നതായിരിക്കും. അപ്പം എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരോടൊക്കെ പറയുക, ആരും തന്നെ എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നമ്മൾക്കുണ്ടായ ആ ഒരു സൗഭാഗ്യം നമ്മൾ മറ്റൊരാൾക്കൂടെ കൂടി ഷെയർ ചെയ്ത് പരമാവധി ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിക്കുക. കാര്യം ഭഗവത്ഗീതയുടെ ആ ഒരു 18 അധ്യായങ്ങളും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ലെവല്, നമുക്ക് നേരത്തെ നമ്മൾ എങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നോ അതിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം, മറ്റുള്ളവർ നോക്കി നമ്മളെ കണ്ട് മനസ്സിലാക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഇവർക്ക് ഈ ഒരു മാറ്റം സംഭവിച്ചു. നമ്മൾ സാധാരണ ഇതിൽ നമുക്ക് എല്ലാം ഗ്രാമകഥ പറയാനാണ് ഇഷ്ടം, അല്ലെ? രണ്ടുപേര് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പരസ്പരം പറയുന്നത്? ഗ്രാമകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ കുറ്റം പറയല്ലേ, പരദൂഷണം. അപ്പൊ പരദൂഷണം പറയുക എന്നുള്ള ഇതിൽ നിന്ന് നമ്മൾ ഭഗവാന്റെ കാര്യം പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ആ ഭഗവത്ഗീതയിൽ ആ പ്രഭുജി പറഞ്ഞ ഇത്രാമത്തെ ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, പക്ഷെ വേറൊരു പ്രഭുജി പറഞ്ഞപ്പോ ഇങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ ആ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും ഭഗവാന്റെ കാര്യം, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഭഗവാന്റെ വാണി എന്തായിരുന്നു, ഭഗവാൻ എന്ത് പറഞ്ഞു, ആ ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ മാറും. അപ്പൊ അത് അടുത്ത ആഴ്ചയിൽ പ്രശ്നോത്തരിയാണ് ഇതിനെപ്പറ്റി. അപ്പൊ എനിക്ക് പഠിക്കാനുള്ള ഭഗവത്ഗീതയെ പറ്റി. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് ഭഗവത്ഗീതയെ പറ്റി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അതുപോലെ പ്രഭു പോകുന്ന ദ്വാരക യാത്ര ഉടനെ തന്നെ പ്രഭു അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞേക്കൂ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മള് ഓൾറെഡി ഇപ്പൊ 5 പ്രാവശ്യം ഞാൻ കുറച്ചു പേരെ കൊണ്ടുപോയിട്ടുണ്ട്, 5 ട്രിപ്പായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ 6ാമത്തെ പ്രാവശ്യം പോവുകയാണ്. അതായത് ഈ ജൂലൈ 15 തൊട്ട് കർക്കിടക മാസത്തിന്റെ തലേന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ ഭഗവാനോടൊത്ത് ഭഗവാനെ പോയി കാണാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. 10 ദിവസത്തെ പ്രോഗ്രാമാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ജയേഷ് പ്രഭു ഇട്ട് തരും അതിന്റെ. അപ്പൊ ആർക്കെങ്കിലും പോരാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ അത് ബുക്ക് ചെയ്യണം. നമ്മൾ 10 ദിവസത്തെ പ്രോഗ്രാമാണ്. ഒത്തിരി സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മുടെ സോമനാഥ്, അതായത് വെരാവൽ, ദ്വാരക മാത്രമല്ല പോകുന്നത്, വെരാവൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നു. അവിടെയാണ് സോമനാഥ് ടെമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ ബൽക്കാ തീർത്ത് എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ശരീരം സമാധി സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, സമാധി ആയിട്ടില്ല ഭഗവാനായി, ശരീരം വെടിഞ്ഞ് എന്നും പറയാൻ പറ്റില്ല. അപ്പം എന്നാലും പറയുകയാണ്, ആ ജര എന്ന വേടൻ അമ്പെയ്ത് ഭഗവാൻ ഒരു ആൽമരത്തിൽ ഇരിക്കുമ്പോൾ ജര എന്ന വേടനാണല്ലോ ഭഗവാനെ അമ്പെയ്യുന്നത്. അപ്പൊ ആ ആൽമരം 5200 വർഷം പഴക്കമുള്ള ആൽമരം ഇന്നും അവിടെ ഉണ്ട്. ആ ജര എന്ന വേടൻ എന്ന് പറയാൻ ആക്ച്വലി ആരായിരുന്നു? ബാലിയുടെ അടുത്ത അവതാരമാണ് ജര. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കേവലം ഒരു അമ്പ് തള്ളവിരലേൽ കൊണ്ട് കഴിഞ്ഞാല് ഭഗവാന്റെ ജീവത്യാഗം ചെയ്യണം, അതൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ എന്താണ് അതിനകത്തെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ലീലകൾ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പൊ അതിനൊരു കാരണമേ ഉള്ളൂ. അതോടുകൂടി തന്നെ ശ്രീരാമചന്ദ്രമൂർത്തി ബാലിയെ കൊല്ലുമ്പോൾ ബാലിയുടെ ഭാര്യ താര ശപിക്കുന്നുണ്ട്, അടുത്ത ജന്മത്തിൽ നീയും ഇതുപോലെ വരട്ടെ എന്നൊരു ശാപം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? താരയുടെ ശാപം പൂർണ്ണമാകണം, ബാലിക്ക് ഒരു റിവെഞ്ച് ചെയ്യാനുള്ള അവസരവുമായി, അല്ലേ? അപ്പം ഇതെല്ലാം കാരണമാണ് അങ്ങനെ ഇൻസിഡന്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് ഈ ബാലിയെ ശ്രീരാമചന്ദ്രമൂർത്തി വധിക്കുന്നത് കൊന്നമരത്തിന്റെ പുറകിൽ നിന്നാണ് വധിക്കുന്നത്. അപ്പോൾ ഈ മരത്തിന്റെ പുറകിൽ നിന്നും എയ്തുകൊണ്ട് അത് കാര്യം കൊന്നപ്പൂ നല്ല മനോഹരമായ
പൂവൊക്കെയാണ്, കണ്ട ഭംഗിയൊക്കെ, പക്ഷെ പൂജയ്ക്കൊന്നും അവർ എടുക്കാറില്ല. അപ്പോൾ ഇത് ബാലിയുടെ വധത്തിന് ശേഷം പബ്ലിക് പറഞ്ഞു തുടങ്ങി, അത് ബാലിയെ കൊന്ന മരം, ബാലിയെ കൊന്ന മരം. അതാണ് ആക്ച്വലി ബാലിയെ കൊന്ന മരം എന്നാണ് അതിന്റെ പേര് ശരിക്കും. അപ്പൊ അത് കാലക്രമേണ കൊന്ന മരം, കൊന്ന മരം, കൊന്ന പൂവായി. അപ്പൊ ഇതില് ആ മരത്തിന് വിഷമം വരികയും ശ്രീരാമേന്ദ്രമൂർത്തിയുടെ പരാതി പറയുകയും ചെയ്തു. അപ്പോൾ രാമേന്ദ്രമൂർത്തി പറഞ്ഞ എന്താണ്, ത്രേതായുഗത്തില് ഞാൻ വീണ്ടും അവതരിക്കും, അപ്പോൾ നിന്നെ എല്ലാവരും നിന്റെ പൂ എടുത്തായിരിക്കും എല്ലാത്തിനും ചെയ്യുന്നത്. ശരിയല്ല, നമ്മളെ വിഷുവിനാണെങ്കിലും നമ്മളെ കൊന്ന പൂ എടുക്കുന്നു. അപ്പൊ ഇതാണ് ആ മരത്തിനും ഒരു മുക്തി കിട്ടി. അപ്പൊ സകല ഭഗവാന്മാരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും നമുക്കും പറയാൻ പറ്റില്ല. നമ്മളും ഭഗവാന്റെ സമയം ചിലപ്പോൾ അവിടുത്തെ ഒരു കരിയില ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തേലൊക്കെ ആയിട്ട് നമ്മളും ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മള് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, പല കേരളത്തിൽ തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരല്ലേ നമ്മളൊക്കെ. നമ്മൾ എന്തുകൊണ്ട് ഇവിടെയെല്ലാം ഒന്നിച്ചു കൂടി? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇങ്ങനെയുള്ള ആ സ്ഥലം അതാണ് ബെൽക്ക തീർത്ത്, അവിടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബലരാമൻ ശരീരം വെടിഞ്ഞ സ്ഥലം, അതാണ് ബലരാം ഗുഹ. അവിടെ ഒരു ഗുഹയുണ്ട്, അവിടെ വീണ്ടും ശേഷനാഗാവുകയാണ്. അതായത് അനന്തനാണല്ലോ ലക്ഷ്മണനാണ് ബലരാമനായിട്ടും ഒക്കെ അറിയാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ബലരാമൻ തിരിച്ചു പോകുന്നതും, പിന്നെ അവിടെ വേറൊരു സ്ഥലമുണ്ട് ഗോലോകഥ. ആ പർട്ടിക്കുലർ പ്ലേസിൽ വെച്ചാണ് ഭഗവാൻ ഗോലോകത്തേക്ക് പോകുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ഉദ്ധവന് അതായത് ഉദ്ധവ ഗീത എന്നും പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അത് ഉദ്ധവന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ആ സ്ഥലം. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് നമ്മൾ പോകുന്നു. അതുപോലെ തന്നെ പോർബന്തറിൽ പോകുന്നുണ്ട്. പോർബന്തറില് സുധാമ കുചേലന്റെ ബെർത്ത് പ്ലേസിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജാംബവാൻ കേവിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലത്ത് കാണാൻ പറ്റും. 10 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പം താല്പര്യമുള്ളവർ ജയേഷ് പ്രഭുവിനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഒരുപാട് സന്തോഷം പ്രഭു. ഇന്ന് വരാൻ നമുക്ക് വരാൻ കാര്യം പ്രഭുവിന്റെ ഭക്തി വൈഭവ ക്ലാസ് ഇതേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ പ്രഭുവിന് ഇന്ന് ആ ക്ലാസ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രഭുവിന്റെ ആ ഒരു നെക്ടർ അനുഭവിക്കാനായിട്ട് പറ്റിയത്. അപ്പൊ വീണ്ടും പ്രഭു എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ വരിക, ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുക. അതുപോലെ പ്രഭുവിന്റെ അമൃതവാണി വീണ്ടും ഉണ്ടാകട്ടെ. ഒരുപാട് സന്തോഷം ഇന്ന് വന്നതില്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് പ്രഭു. ഹരി ഗോൾ. നമുക്ക് കീർത്തനത്തോട് നിർത്താം അല്ലേ പ്രഭു? ആയിക്കോട്ടെ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत वैष्णवंद की जय. नामाचार्य श्री हरिदास ठाकुर की जय. प्रेम से कहो श्री कृष्ण चैतन्य प्रभु नित्यानंद भक्तवंद की जय. श्री राधा कृष्ण गोप गोपीनाथ श्यामकुंड राधा कुंड गिरी गोवर्धन धाम की जय. वृंदावन धाम की जय. नवदीप धाम की जय. मधुरापुरी द्वारकापुरी जगन्नाथपुरी धाम की जय. गंगामयी की जय. सामवेद भक्तवंद की जय. नित्यागर प्रेमानंदे. All glories to assembled devotees. Hare Krishna. All glories to assembled devotees. Hare Krishna. All glories to assembled devotees. Hare Krishna. All glories to Guru and Gauranga. Hare Hare Bol. Hare Krishna. Thank you. ഇത്രയും ഒരു അവസരം ഒരുക്കി തന്ന പ്രേമവൃന്ദാവനത്തിൽ ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് അവസരം ഒരുക്കി തന്ന ശ്രീ ജയേഷ് പ്രഭുവിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ, ലീവ് ചെയ്തോട്ടെ പ്രഭു? ചെയ്തോളൂ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ക്ലാസ് ഉള്ളവർക്ക്
വേറെ അത്യാവശ്യമുള്ളവർക്ക് ലീവ് ചെയ്യാം, അല്ലാത്തവർക്ക് തുടരാം. പിന്നെ എന്താ പറയുന്നത്, വേറെ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ലീവ് ചെയ്യാം, വേറെ എന്തെങ്കിലും വീട്ടിൽ ജോലിയുള്ളവർക്ക്. ഇനി വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും വേറെ വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ ഉള്ളവരെ ലീവ് ചെയ്യാം. ഞാൻ പോട്ടെ. ശരി ശരി ശരി, ആയിക്കോളൂ മാതാജി. നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇനി കാര്യം സമയം കൂടുതൽ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയുണ്ട്. അപ്പൊ എപ്പോ നിങ്ങൾ ഈ ക്ലാസ് തീരുന്നോ ആ സമയത്തിനുള്ള ഡിസ്കഷൻ സമയത്ത് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. കാര്യം വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളവരുണ്ട്, മാതാജിമാരാകുമ്പോൾ ഉത്തരവാദിത്വമുണ്ട്, കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ നോക്കണം, ചിലപ്പോൾ ഹസ്ബൻഡിനൊക്കെ ഭക്ഷണം എടുത്തു കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ഇത് കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ലീവ് ചെയ്യാം. ഹരേ കൃഷ്ണ, സതി മാതാജി എത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ സതി മാതാജി. അവിടെ ചിലപ്പം ഹരേ കൃഷ്ണ, ഞാന് കൊച്ചുകളെ കൊണ്ട് അവനെ ബഹളം ഉണ്ടാക്കും, അതുകൊണ്ട് അവനെ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുക. ഹരി പോൽ. ഹരേ കൃഷ്ണ, ഞാനോർത്ത് മാതാജിക്ക് സമയം അവിടെ ഈ 12 മണിക്കൂറിന്റെ വ്യത്യാസം ആയതുകൊണ്ടായിരിക്കും കേറാനായിട്ട് വൈകി പോയെന്ന് വിചാരിച്ചു. അതാണ് പ്രഭു, കാലത്ത് എഴുന്നേൽക്കുമ്പോഴേ ഇതുങ്ങൾ രാത്രി ഉറങ്ങൂല്ലോ, അപ്പൊ അതിന്റെ അമ്മയ്ക്ക് ഇത്തിരി നേരം കിടക്കാൻ വേണ്ടി രാവിലെ ഞാനിങ്ങ് എടുത്തോണ്ട് പോരും. അപ്പൊ അത് അപ്പൊ ഇവനിങ്ങനെ ഉച്ചകോളിയൊക്കെ ഉണ്ടാക്കണതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ. അതെ അതെ. എന്താ മോന്റെ പേരെന്താ? അവ്യാൻ. അവ്യാനോ? അവരിവിടുത്തെ പേരൊക്കെ ഇടുള്ളൂ, അവരിവിടെയുള്ള പേരുകളൊക്കെ ഇടണവര്. അതെ അല്ലേ. എത്ര മാസമായി? ഇപ്പൊ 1 വയസ്സായി പ്രഭു. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അതെ. ഹരി ബോൾ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ. ഹരേ കൃഷ്ണ. അപ്പൊ അതുപോലെ മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, മൈക്ക് ഒന്ന് ഓൺ ചെയ്യോ? മാതാജി അവിടെ മൈക്ക് ഓഫ് ആണ്, മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കും. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജിക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇനി മനസ്സിലാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വെള്ളിയാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹരി പോലെ. അപ്പം മാതാജിക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഇത്രയും നാളും എന്താ പറയാ, നമ്മള് സമയങ്ങളൊക്കെ ഒരുപാട് പോയെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നല്ലേ, ഇതൊക്കെ കൂടെ നേരത്തെ ആകാമായിരുന്നു എന്ന് തോന്നണം. ഇപ്പൊ നമ്മളെ ഈ വയസ്സായ സമയത്താണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത്. അതെ. അപ്പൊ എന്തായാലും ഇനിയത് മിസ്സാകാതെ ഈ അവസരങ്ങള് ഇനി കിട്ടുന്നത് നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ആ കൃപ കൊടുക്കുക. നമ്മൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഈ ഗ്രാമകഥയ്ക്ക് പകരം ഹരികഥയാക്കുക. ഇനി നമ്മൾ കാണുന്നവരോടൊക്കെ ഗ്രാമകഥ പറയുന്നതിന് ജയശ്രീ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. 24 മണിക്കൂറും വായനയും വീട്ടുകാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അമ്പലത്തിൽ പോവുക, അമ്പലത്തിൽ പോയി വായിക്കുക. നാളെ ഗീത വായിക്കാൻ പോവുകയാണ് മഹാവിഷ്ണു ക്ഷേത്രത്തില്. ഒരു അയൽ വീട്ടിലും പോകൂല, അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. മുമ്പ് പോകുമായിരുന്നു, പക്ഷെ അതൊന്നും അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഓരോ വീടുകളിലും നമ്മൾ പോകുവായിരുന്നു. ഇപ്പൊ എത്രയോ വർഷം കൊണ്ട് അങ്ങനെയുള്ള പരിപാടിയേ ഇല്ല. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. നമ്മളെ വീട്ടുകാര്യവും മാത്രമേ ഉള്ളൂ. അതെ അല്ലേ. യാരെ ദേഖോ താരെ കഹോ കൃഷ്ണ ഉപദേശം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആരെ കണ്ടാലോ അവരോട് ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതാണ് പറയേണ്ടത് എന്നാണ് ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആരെ കണ്ടാലോ എവിടെ പോയാലോ ആരോട് വേണം ഭഗവാന്റെ കാര്യം പറയാം. നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ ഭഗവാന്റെ പേരിടുന്ന എന്തിനാണ്? അത്രയും നേരമെങ്കിലും ഭഗവാന്റെ നമ്മളെ നാമം അറിയാതെയെങ്കിലും നമ്മൾ ജപിക്കുമല്ലോ, അതുകൊണ്ടല്ലേ. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗ സത്യം സത്യം വദാമിഹം. അച്യുത, ആനന്ദ, ഗോവിന്ദ എന്ന് പറഞ്ഞ ഭഗവാന്റെ 3 നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ളതും ഭവരോഗങ്ങളും അല്ലാത്ത രോഗങ്ങളും ഒക്കെ മാറുമെന്നാണ്. അച്യുതാനന്ദ ഗോവിന്ദ. അച്യുത, ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം.
അപ്പൊ അതിന്റെ അവസാനം ഫലശ്രുതിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ അല്ലെ. നമുക്ക് കൂടുതലും ശരീരത്തിന് ഉണ്ടാകുന്ന അസുഖത്തെക്കാളും കൂടുതലുള്ളത് മനസ്സിലാണ് അല്ലെ. മനസ്സ് പറയും ഒന്ന് തീരെ വയ്യ എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയെക്കാളും കൂടുതലും മനസ്സിന്റെ അസ്വസ്ഥതയാണ് ശരീരത്തെ ബാധിക്കുന്നത്. അപ്പൊ ഈ അസുഖങ്ങൾക്കെല്ലാം, ഈ താപത്രയത്തിനൊക്കെ ഈ അച്യുത അനന്ത എന്ന് പറയുന്ന 3 മന്ത്രങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് മുക്തി തരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബാക്കി അച്യുതായ നമഃ, അനന്തായ നമഃ, ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. നശ്യന്തി സകല രോഗ സത്യം സത്യം വദാമിഹ എന്നാണ്. അതായത് 3 പ്രാവശ്യം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് യാഥാർത്ഥ്യമാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പുരാണങ്ങളിലൊക്കെ 3 പ്രാവശ്യം സത്യം എന്ന് വേദവ്യാസ മഹർഷി അങ്ങനെ ആരെങ്കിലും എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണ്. സത്യം സത്യം വദാമിഹം. വീണ്ടും പറയുന്നു സത്യം സത്യം പുനഃസത്യം ഉദ്ധൃത്യ ഭുജമുച്യതേ വേദാശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത്പരം. വീണ്ടും പറയുവാണ് സത്യം സത്യം പുനഃസത്യം. വീണ്ടും പറയുകയാണ് സത്യയുടെ പുനഃസത്യം ഉദ്ധൃത്യ ഭുജം ഉച്ചതേ. നമ്മൾ ഉറക്ക പറയാ വേദാശാസ്ത്രം പരൻ നാസ്തി. വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളൊക്കെ പറയാണ് പരൻ നാസ്തി ന ദൈവം കേശവാത്പരം. കേശവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് വേദങ്ങളും ഉപനിഷത്തുകളെല്ലാം ഒരുപോലെ പറയുന്നു, സത്യമായിട്ട് പറയുന്നു. ന ദൈവം കേശവാത്പരൻ, ന ദൈവം കേശവനല്ലാതെ മറ്റൊരു ദൈവമില്ല. നമ്മൾ ഈ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതായത് കേശവനല്ലാതെ മറ്റൊരു ദൈവമില്ല. മറ്റുള്ള ദൈവങ്ങളൊക്കെ തന്നെ എന്താണ് കേശവന്റെ ആജ്ഞ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ്, മറ്റുള്ള ഏത് ദേവതകളെ പ്രാർത്ഥിച്ചോളൂ, അവർ വരദാനം തരുന്ന ആരാണ്? എന്റെ കൃപ കൊണ്ടാണ് അല്ലെ. അവരൊക്കെ എന്നെയാണ് സമീപിക്കുന്നത്. അവര് തരുന്ന വരദാനം അവർ പൂർത്തിയാക്കുന്ന എന്താണ്? എന്നിൽ കൂടിയാണ്, എന്റെ സാങ്ഷനിൽ കൂടിയാണ്, എന്റെ പെർമിഷനിൽ കൂടിയാണ്. അപ്പം ഞാനല്ലാതെ വേറൊരു ദൈവമില്ലാന്ന് വേറെ ഏതൊരു ദൈവം പറഞ്ഞിട്ടുണ്ടോ? മഹാദേവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് കേട്ട്, ഞാനാണ് പരമദിവ്യോത്ത പുരുഷൻ. മഹാദേവനോ ദേവിയോ അവരാരും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പം ആകെപ്പാടെ പറഞ്ഞിരിക്കുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അഹം സർവസ്യ പ്രഭു, ഞാനാണ് എല്ലാത്തിന്റെ ഉത്ഭവസ്ഥാനം. അഹം ബീജപ്രദ പിത, ഞാനാണ് എല്ലാ ജീവജാലങ്ങൾക്കും, അതായത് ഈ പറയുന്ന ദേവിദേവന്മാർക്ക് പോലും സൃഷ്ടിച്ചത് ഞാനാണ്. അഹം ബീജപ്രദ പിത. അപ്പൊ നമ്മൾ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തോന്നുവാണെങ്കിൽ ഞാനാണ് എന്റെ മക്കളുടെ സൃഷ്ടികർത്താവ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, അത് ശുദ്ധമടയത്തരാണ്. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വ്യക്തമായിട്ട് ഞാനാണ് ബീജം കൊടുത്തിരിക്കുന്ന പരംപിതാവെന്ന്. അപ്പൊ നമ്മളാണോ നമ്മളെ സൃഷ്ടി കൊടുത്തു, ഇത് എന്റെ മകനാണ്, എന്റെ മകളാണ്, എന്റെ കൊച്ചുമകനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുക, എന്റെ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് വെറുതെയാണ്. നമ്മളല്ല, നമ്മൾ വെറുതെ ഒരു എന്താണ് വെയിറ്റ് ഷെഡിൽ, നമ്മളെ വീട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെയിറ്റ് ഷെഡ്, വഴിയമ്പലാണ് അല്ലെ. ആ വഴിയമ്പലത്തിൽ വളരെ കുറച്ച് നാൾ അവിടെ നമ്മൾ നിന്നിട്ട് നമുക്കുള്ള ബസ് വരുമ്പോൾ നമ്മൾ അത് കയറി പോകും. ഒരു വെയിറ്റ് ഷെഡ് ഇന്ന് നമ്മൾക്ക് ഇപ്പം രതിദേവി മാതാജി കൊട്ടാരക്കരയ്ക്ക് പോയി, മാതാജി തിരുവനന്തപുരത്തിന് പോയി, അങ്ങനെ ഓരോരുത്തരും നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ തന്നെ നമ്മൾ പല സ്ഥലത്തുനിന്ന് വന്നു. ആ വെയിറ്റ് ഷെഡിൽ കുറച്ച് നാൾ കണ്ടുമുട്ടി, എന്നിട്ട് പല സ്ഥലത്തേക്കുള്ള വണ്ടി, നമുക്കുള്ള വണ്ടി വരുമ്പോൾ അതേ കേൾക്കണം. രാമായണത്തിൽ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. അപ്പം അത് നമ്മള് ലക്ഷ്മണോപദേശം നമ്മൾ പഠിച്ച ആൾക്കാർക്കൊക്കെ തന്നെ അറിയാൻ പറ്റും. രാമായണത്തിൽ പറയുന്നുണ്ട് എന്താണ്, പാന്തർ എന്ന് പറഞ്ഞ വഴിപോക്കര് ഒരു വഴിയമ്പലത്തിൽ വന്നിട്ട് പരസ്പരം ചിലപ്പോൾ മിണ്ടാതിരിക്കാം, എന്നിട്ട് അവർ പല സ്ഥലത്തേക്കുള്ള അവർക്കുള്ള ബസ് വരുമ്പോ അതിൽ കയറി പോകുന്നു എന്ന് പറഞ്ഞ പോലെ പിന്നീട് അവർ തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടോ? കണ്ടുമുട്ടാതിരിക്കാം, യാതൊരു സാധ്യതയില്ല. നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കണ്ട ആൾക്കാരെ ചിലപ്പോ ഒന്ന് കുറെ നേരം നിന്ന് കഴിയുമ്പോൾ ഒന്ന് ചിരിക്കാം, ചിലപ്പോൾ ചിരിക്കാതിരിക്കാം, അല്ലെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ വേണമെങ്കിൽ ചോദിക്കാം. ഈ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ ജീവിതത്തിൽ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ നദിയിൽ കൂടെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും ഈ വെള്ളപ്പാച്ചിൽ വരുമ്പോഴത്തേനും ഈ തടിക്കഷ്ണങ്ങളൊക്കെ ഒഴി വരുമ്പോൾ ചിലപ്പോ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് കൂട്ടിമുട്ടാം. അത് കഴിഞ്ഞ് സമുദ്രത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാലോ അത് കൂട്ടിമുട്ടാനുള്ള ചാൻസ് വളരെ വിരളമാണ്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ ആലയ സംഗമം, അതായത് കുടുംബ സംഗമം എന്ന് പറയുന്നത്. അതിന് യാതൊരു ഉറപ്പുമില്ല അല്ലെ, യാതൊരു പ്രോബബിലിറ്റി ഇല്ലാത്ത ഒരു സംഭവമാണ് അല്ലെ.
അത്രയേ ഉള്ളൂ. നമ്മളപ്പോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ദുഃഖം വരുന്നത്. ഈ ദുഃഖം നമ്മൾ ഈ ആലയ സംഗമമാണ് ഏറ്റവും വലുതെന്ന് കണക്കാക്കി നമ്മൾ അതിന് പുറകെ ആ വിഷയങ്ങളിൽ ആസക്തരായിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾക്ക് ഈ ദുഃഖം എല്ലാം വരുന്നത്. അപ്പൊ നമ്മൾ അത് വളരെ നൈമിഷികമാണ്. ഇതൊരു വെയിറ്റ് ഷെഡിൽ വെച്ച് കണ്ടുമുട്ടി അത്രയേ ഉള്ളൂ. ആ ഒരു ലാഘവത്തോടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ